Welcome all of you to this session. നമ്മൾ ഇന്ന് കോണിക് സെക്ഷൻ്റെ ഒരു ഡിസ്കഷൻ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. കോണിക് സെക്ഷനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. I think you have already attended the class that circles and straight lines ഒക്കെ നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തതല്ലേ. അതൊക്കെ കേട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ് അല്ലേ. ഇത് ജോമെട്രി പോർഷനാണ്. കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പോർഷൻ അല്ലേ, അതോ ഡിഫിക്കൽട്ടാണോ? നമുക്ക് JEEയിലോ അഡ്വാൻസ്ഡിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തായാലും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അല്ലെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും ഡിഫിക്കൽട്ടായിട്ട് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളും വരും. നമ്മൾ ആ എളുപ്പമുള്ള ക്വസ്റ്റ്യനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളത് വർക്കൗട്ട് ചെയ്തതിൻ്റെ കറക്റ്റ് ആൻസറിലെത്തുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പിടിക്കാൻ പോയി ചിലപ്പം നമുക്ക് ആൻസർ കിട്ടിയില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്കതിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. കോണിക് സെക്ഷൻ എളുപ്പമാണോ അതോ ഡിഫിക്കൽട്ടാണോ? പൊതുവെ എങ്ങനെയാണ് തോന്നുന്നത്? ഏതായാലും അത് ഒരേ പാറ്റേണിലാണ് അതിനകത്തുള്ള ആ ഫിഗേഴ്സിനകത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ 2-3 ഫിഗേഴ്സുകൾ കൂട്ടി വെച്ച് വരുന്ന ക്വസ്റ്റ്യനുകളുണ്ട് അല്ലേ. ടാൻജൻ്റ് ആൻഡ് നോർമൽ, ഇതൊക്കെ ടാൻജൻ്റ് ആൻഡ് നോർമൽ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ടാൻജൻ്റ് ആൻഡ് നോർമൽ ഇല്ലെന്ന് പറഞ്ഞാലും ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കിട്ടിയേക്കാം, വരാൻ സാധ്യതയുണ്ട്. ലൈൻ ടച്ചിങ് ബോത്ത് കർവ്സ് എന്നൊക്കെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് ചെയ്യണ്ടേ. ഏതായാലും നമുക്ക് ആ കൺസെപ്റ്റിലേക്ക് ഒന്ന് കടന്നു നോക്കാം. കോണിക് സെക്ഷൻ്റെ ആ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ആ ബേസിക് കൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അഗെയിൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് സെഷൻ. Can you say what is the first figure in conic section? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഏതാണ് കോണിക് സെക്ഷനകത്ത് നമ്മൾ പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഫിഗർ? ഒരു കോണിനെ സെക്ഷൻ ചെയ്താൽ കിട്ടുന്ന ആദ്യത്തെ ഫിഗർ ഏതായിരുന്നു? ഏത് ടൈപ്പൊക്കെ ഫിഗേഴ്സ് ആയിരുന്നു അവിടെ കിട്ടിയിരുന്നത്? ഓർമ്മയുണ്ടോ? എനി വൺ ഓഫ് യു? കേൾക്കുന്നില്ല? കേൾക്കാമല്ലോ, ഉണ്ടോ? ഏറ്റവും ആദ്യമേ അത് ഓൾറെഡി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഇനിയാലും നമുക്ക് പറയാൻ പറ്റിയില്ല ഏതാന്ന്. ഓൾറെഡി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞത്. ഒരു കോണിനെ സെക്ഷൻ ചെയ്താൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡിഫറെൻറ്റ് ഫോംസിൽ അതിനെ സെക്ഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫിഗർ സർക്കിൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സർക്കിളല്ല. ഓൾറെഡി നിങ്ങൾ സർക്കിൾ പഠിച്ചുകൊണ്ട് ഞാൻ ആ സർക്കിളിനെ പറ്റി പറയുന്നില്ല. നമ്മളൊരു ഡബിൾ എൻഡ് കോണിനെ എടുത്താൽ, ഒരു ഡബിൾ എൻഡ് കോണിനെ നിങ്ങൾ സെക്ഷൻ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ സെക്ഷൻ ചെയ്യാം. ഒരു പ്ലെയിൻ കൊണ്ട് ഇങ്ങനെ സെക്ഷൻ ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന ഫിഗർ സർക്കിളാണ്. ഓൾറെഡി നമ്മൾ ആ സർക്കിള് പഠിച്ചു കഴിഞ്ഞു. യു റിമെമ്പർ? ഇനി നമുക്ക് അതിനെ ആ പ്ലെയിൻ കൊണ്ട് വേറൊരു രീതിയിൽ, ഇതിനൊക്കെ ഓരോ ആംഗിൾ കൺസെപ്റ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ സെക്ഷൻ ചെയ്താൽ നമുക്കൊരു പരാബോള കിട്ടും. പരാബോളയുടെ ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം. ആൻഡ് ഈ പ്ലെയിൻ ഇങ്ങനാണ് നമ്മൾ സെക്ഷൻ ചെയ്യുന്നെങ്കിൽ വി വിൽ ഗെറ്റ് എന്താണ്? ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് നമുക്ക് കിട്ടിയാണ്. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ്. ഇത് സർക്കുലർ ഷേപ്പാണ്. ആക്സിസിന് 90 ഡിഗ്രി കട്ട് ചെയ്താൽ, ഒരു പ്ലെയിൻ കൊണ്ട് ആക്സിസിന് 90 ഡിഗ്രി കട്ട് ചെയ്താൽ കിട്ടുന്നത് സർക്കിളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാനത് ബേസിക്കലി വെറുതെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ആ പ്ലെയിൻ ഒന്ന് ചെരിച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാകുന്നത് എലിപ്സാണ്. പിന്നെ ഒരു വിങ്സിൻ്റെ സൈഡ് ഇതുപോലാണ് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പരാബോളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഫിഗർ പഠിച്ചു കഴിഞ്ഞു, സർക്കിൾസ് പഠിച്ചു. ഇനി നമുക്ക് പാരാബോള ഉണ്ട്, എലിപ്റ്റിക്കൽ ഷേപ്പ് ഉണ്ട്. എലിപ്റ്റിക്കൽ ഷേപ്പ് ആൻഡ് പാരലൽ ടു ദ ആക്സിസ് കട്ട് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഹൈപ്പർബോളിക് ഫിഗർ ഉണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഫിഗേഴ്സ് ഒന്ന് പാരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഇത്രയും കൊണ്ട് ഫിഗർ തീരുമോ? Can you say?
ഇത്രയും കൊണ്ട് ഫിഗർ തീരുമോ? നമ്മൾ സാധാരണ കോണിക് സെക്ഷൻ്റെ അത് പാരാബോള, എലിപ്സ്, ഹൈപ്പർബോള എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ? അതോ വേറെ എന്തെങ്കിലും ഫിഗർ പറയുന്നുണ്ടോ? ഉണ്ടോ? ഒരെണ്ണം കൂടെ പറയുന്നില്ലേ? ഒരു ഫിഗർ കൂടെ നമ്മൾ കേട്ടിട്ടില്ലേ? ഏതാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇല്ലേ? ഒരു ഫിഗർ കൂടെ ഉണ്ട് കേട്ടോ, റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതിൽ ഇവരെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കുറേ ടേമുകൾ നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. കോണിക് സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ വേർട്ടെക്സ്, ഫോക്കസ്, എക്സെൻട്രിസിറ്റി, ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്റ്റം, കുറേ ടേമുകളൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കാറുണ്ടല്ലോ. അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ് ഈ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എക്സെൻട്രിസിറ്റി. ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ 2 ഫിഗേഴ്സിലാണ് എക്സെൻട്രിസിറ്റി ഫിക്സഡ് ആയിട്ടുള്ളത്. ക്യാൻ യു സേ വിച്ച് ആർ ദ ഫിഗേഴ്സ്? ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യാമോ? ഒന്ന് പറഞ്ഞു നോക്കിക്കുക എങ്ങനെയാണെന്ന്. 2 ഫിഗേഴ്സ്, ഈ 2 ഫിഗേഴ്സിൽ 2 പേർക്ക് ഫിക്സഡ് എക്സെൻട്രിസിറ്റീസാണ്. ബാക്കിയുള്ളവർക്കൊക്കെ വേരിയബിളാണ്. പല രീതിയിൽ പല എക്സെൻട്രിസിറ്റീസിനനുസരിച്ച് പല കർവുകൾ നമുക്കുണ്ടായി വരും. അപ്പം ഫിക്സഡ് എക്സെൻട്രിസിറ്റീസ് ഉള്ള 2 കർവുകളുണ്ടല്ലോ, അത് ഏതൊക്കെയായിരുന്നു? എനിവൺ ഓഫ് യു നോക്കിയോ? കിട്ടിയോ? ഫിക്സഡ് എക്സെൻട്രിസിറ്റീസ് വരുന്നത് ഒന്ന് പാരാബോള 1 ആണ് എക്സെൻട്രിസിറ്റി, രണ്ടാമത് റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലെങ്കിൽ ഈക്വലാറ്ററൽ ഹൈപ്പർബോള. 2 കേസിലും നമുക്ക് എക്സെൻട്രിസിറ്റി √2 ആണ്. ഓക്കെ, എക്സെൻട്രിസിറ്റി √2 ആണ്. അപ്പോൾ ഈ √2 എക്സെൻട്രിസിറ്റി വരുന്ന കർവ്, √2 എക്സെൻട്രിസിറ്റി വരുന്ന കർവ് റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലെങ്കിൽ നമുക്ക് ഈക്വലാറ്ററൽ ഹൈപ്പർബോളയ്ക്കും നമുക്ക് എന്ത് വരും? എക്സെൻട്രിസിറ്റി ഫിക്സഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ നമുക്കറിയാം എലിപ്സിന് എക്സെൻട്രിസിറ്റി <1, ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി <1 ആണ് വരുന്നത്. അറിയാവുന്ന കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളതിൽ പാരാബോളയിലേക്ക് വന്നാൽ നമുക്ക് ആ പാരാബോളയുടെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഒരു ബേസിക് സാധാ ഓർഡിനറി പാരാബോള നമ്മൾ വരച്ചാൽ ദാറ്റ് മീൻസ് എ പാരാബോള വിച്ച് ഇസ് ഇൻ മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം. മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം അല്ലാത്ത പാരാബോള ഉണ്ട്, റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന പാരാബോള ഉണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ കൂടുതലും മോസ്റ്റ് സ്റ്റാൻഡേർഡ് പാരാബോളയിലാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പാരാബോള. നമ്മളിവിടെ ഒരു ഫോക്കസ് എസ്, ഒരു ഡയറക്ട്രിക്സ്. ഫോക്കസിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് A0 എന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഇക്വേഷൻ്റെ അകത്ത് ഒരു A പാരാമീറ്റർ വരും. ഇപ്പോൾ ഈ A പാരാമീറ്റർ ഇവിടെ നിൽക്കുന്നതാണ്, അതേ ഡിസ്റ്റൻസിലാണ് ഡയറക്ട്രിക്സ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് പാരാബോളയെ സംബന്ധിച്ചിടത്തോളം. വേർട്ടെക്സ്, ഈ മീറ്റിംഗ് പോയിന്റ് ഓഫ് ദിസ് കർവ് വിത്ത് ആക്സിസ്, വേർട്ടെക്സും ഫോക്കസും ഇസഡ് എന്നുള്ള ഈ പോയിന്റിനെ ഞാൻ ഇസഡ് എന്നാണ് വിളിക്കുന്നത്. ദ പോയിന്റ് ഇസ് ഇസഡ്, ദാറ്റ് ഈസ് ഡയറക്ട്രിക്സ്. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ അതൊന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വേർട്ടെക്സും ഫോക്കസും മീറ്റിംഗ് പോയിന്റ് ഓഫ് ഡയറക്ട്രിക്സ് വിത്ത് ആക്സിസും ഒരേ ലൈനിലായിരിക്കും, ഇവർ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. സോ വേർട്ടെക്സ് ഇസ് ദ ഏത് ഫിഗറിനകത്തും, ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് ഫിഗർ എടുത്താലും, ഏത് പരാബോള എടുത്താലും ആ പരാബോളയുടെ വേർട്ടെക്സ് എവിടെ ആക്സിസ് കടന്നാലും വേർട്ടെക്സ് ഫോക്കസിനെയും ഇസഡ് എന്നുള്ള കോർഡിനേറ്റ് ശ്രദ്ധിക്കുക, ഇസഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഫോർ സോൾവിങ് സം പ്രോബ്ലംസ്. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് അകത്തൊക്കെ ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ എനി പോയിൻ്റ് ഇവിടെ എടുക്കുമ്പം P, ഇതൊക്കെ നമ്മുടെ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത് തന്നെയാണ്. SP and PM ഇതൊരു ബേസിക് കൺസ്ട്രക്ഷനാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ SP PM ഇവിടെ ഈ വാല്യൂ നമുക്കറിയാം, SP/PM ഇട്ടാലാണ് ഈ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അത് 1 ആണ് എന്ന് നമുക്ക് അറിയാം. ആരുടെ കേസിൽ? പാരാബോളയുടെ കേസിൽ ഇത് 1 ആണ്. അപ്പോൾ എപ്പോഴും ഈ SP/PM എന്നുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഈ 2 ഡിസ്റ്റൻസും സെയിം ആണ്. നമ്മൾ ഈ വരച്ചിരിക്കുന്ന കണ്ടാൽ അത്ര സെയിം അല്ലെങ്കിലും ഇതെപ്പോഴും സെയിം ആയിട്ടേ വരത്തുള്ളൂ. സോ ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ലോക്കസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റിന് ആവശ്യമായി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഫോമിൽ y² = 4x. ഇത് എഴുതുമ്പോൾ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം, ഈ ദർ ഈസ് ഓൺലി 1 പാരാമീറ്റർ ഇൻ പരാബോള. പരാബോളയിൽ
ഒരൊറ്റ പാരാമീറ്ററേ നമ്മൾ കാണുന്നുള്ളൂ, എ വാല്യൂ. എലിപ്സിൽ അങ്ങനാണോ? ഹൈപ്പർബോളയിൽ അങ്ങനാണോ? അല്ലല്ലോ. എ വാല്യൂ, ഒരു എ വാല്യൂ ഡിപ്പെൻഡൻ്റ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. നമ്മൾ എന്ത് പറഞ്ഞാലും എയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയും. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. സോ സിമിലർലി ഈ എ വാല്യൂ വെച്ചിട്ട് നമുക്കൊരു പോയിൻ്റ്, എനി പോയിൻ്റ് ഓൺ ദ പാരബോളയെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? 80² 280 സ്റ്റാൻഡേർഡ് പാരബോള. 80² 280. 80² 280 is standard equation of a parabola, parametric equation. Second form of the equation നമ്മൾ എഴുതുന്നത് 80² 280 എന്ന് ആണല്ലോ. 80² 280 is the എന്ത് എനി പോയിൻ്റ് ഓൺ ദ പാരബോള. നമ്മൾ ചിലപ്പം ഫോക്കൽ കോഡെന്നോ കോഡ് എൻ പോയിൻ്റ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ 80² 280 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നമ്മുടെ ഇതേപോലെ തന്നെ ഞാൻ ഈ ഫിഗറിനകത്ത് ഇപ്പോൾ ഒരു പാരാബോളയും ഒരു ലൈനൂടെ നമ്മൾ കട്ട് ചെയ്ത് വരച്ച്, ഇതൊരു സാധാ കോഡാണ്, കോഡ് ഓഫ് ദി പാരാബോള PQ. ഞാൻ ഇതിനെ ഒരു കോഡെന്ന് വിളിച്ചു. അപ്പോൾ കോഡാകുമ്പോൾ അത് ആ കർവിൽ വന്ന് രണ്ടിടത്ത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് എൻ പോയിൻ്റ് ആണ്. സപ്പോസ് ഈ കോഡ് ഫോക്കസിൽ കൂടെ പോയാൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോക്കൽ കോഡെന്ന് വിളിക്കും. ചിലപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കാണാറുണ്ട്. ഫോക്കൽ കോഡ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇവിടെ ടാൻജൻറ്റ് ഇല്ല എങ്കിലും ഞാനിതിൻ്റെ ബേസിക് ഫോക്കസ് A0 ഡയറക്റ്റ് X - അതൊന്നും പറഞ്ഞില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ ഞാനതിനെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇനിയും നമ്മൾ പാരബോളയുടെ ഡയറക്ട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ശരിക്കും അത് ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ ടാൻജൻസ് ആണ്. ഏത് രണ്ട് 90 ഡിഗ്രി ടാൻജൻസ് മീറ്റ് ചെയ്യുന്നതും എവിടെ ആയിരിക്കും വരുന്നത്? ഡയറക്ട്രിക്സിലായിരിക്കും വരുന്നത്. സോ ഈ ഡയറക്ട്രിക്സ് എന്നുള്ള കൺസെപ്റ്റ് ലോക്കസ് ഓഫ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എന്ത് ടൈപ്പ് ടാൻജൻസ് ആണ്? പെർപെൻഡിക്കുലർ ടൈപ്പ് ഓഫ് ടാൻജൻസ് ആണ്. ഇത് പാരബോളയ്ക്ക് ഡയറക്ട്രിക്സ് എന്ന് പറയും. ഇനി അങ്ങോട്ട് വരുന്ന ഫിഗേഴ്സിനൊക്കെ അതിന് ഓരോ പേരുകളുണ്ട്. ഡയറക്ടർ സർക്കിൾ കേട്ടിട്ടുണ്ടോ? എലിപ്സിലും ഹൈപ്പർബോളയിലും അത് ഏത് ടൈപ്പിലേക്ക് വരും? ഡയറക്ടർ സർക്കിൾ എന്ന് നമ്മളിങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇവിടെ അതിൻ്റെ പേര് ഡയറക്ട്രിക്സ് എന്ന്. സോ ഡയറക്ട്രിക്സ് ഈസ് ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ഏതാണ്? രണ്ട് പെർപെൻഡിക്കുലർ ടാൻജൻസ്. എപ്പോഴും ഈ ഡയറക്ട്രിക്സ് എന്നുള്ള ടേം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ ടാൻജൻസ്, അല്ലെങ്കിൽ രണ്ട് ടാൻജൻസ് വരച്ചാൽ ആ രണ്ട് ടാൻജൻസ് 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ തീർച്ചയായും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ ആകാനാണ് സാധ്യത? എവിടെ ആകാനെന്നല്ല, എവിടെയും വരുള്ളൂ, വേറെ ഒരിടത്തും അത് വരില്ല. ഡയറക്ട്രിക്സ് എന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ് എന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് ഇതിനൊരു ലാറ്റിസ് റെക്റ്റം ഉണ്ടായിരുന്നല്ലോ. ഒരു ലാറ്റിസ് റെക്റ്റം ഉണ്ടായിരുന്നു. ഇതിന് നമ്മൾ വിളിക്കുന്ന ഡബിൾ ഓർഡിനേറ്റ് എന്നല്ലേ? ഡബിൾ ഓർഡിനേറ്റ്. ഈ ഡബിൾ ഓർഡിനേറ്റിൻ്റെ ലെങ്ത് എത്രയാണ്? 4a ആണ്. ഡബിൾ ഓർഡിനേറ്റിൻ്റെ ലെങ്ത് 4a ആണ്. നമ്മൾ ഈ ഡബിൾ ഓർഡിനേറ്റ് കണക്ട് ചെയ്ത് ഇങ്ങനെ ട്രയാങ്കിൾ വേണേൽ വരയ്ക്കാം. ഇനി ഈ ഡബിൾ ഓർഡിനേറ്റ് പോലുള്ള പല ഇത് വരച്ച് നമുക്ക് ഡബിൾ ഓർഡിനേറ്റ്സ് വരച്ച് നമുക്ക് ട്രയാങ്കിൾ മേക്ക് ചെയ്യാം. അതിൽ ചില പ്രത്യേകതയുള്ള ട്രയാങ്കിൾസ് വരും. അത് ചിലപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തുക, ഡബിൾ ഓർഡിനേറ്റ്, ദ ടേം ഡബിൾ ഓർഡിനേറ്റ്, നമുക്ക് പാസിങ് ത്രൂ ദ ഫോക്കസിനെ നമ്മൾ LLR എന്ന് വിളിക്കും. ബാക്കിയുള്ള ഡബിൾ ഓർഡിനേറ്റ്സുകൾ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ഡബിൾ ഓർഡിനേറ്റ്സിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യനും വന്നാൽ നമ്മൾ ഓർത്തോണം, എ ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ഓക്കെ, സപ്പോസ് ഒരു കോഡ് ഓഫ് എ പാരാബോള ഫോക്കസിൽ കൂടെ പോയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു കോഡ് നമ്മൾ വരച്ചു, PQ. ഇതൊരു ഡബിൾ ഓർഡിനേറ്റ് അല്ല,
എ കോഡ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഈ കോഡ് പാസസ് ത്രൂ ദ ഫോക്കസ് ആണെങ്കിൽ ഇവിടെയുള്ള കോർഡിനേറ്റ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം? നമുക്ക് ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിനകത്ത് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഇപ്പോൾ പറയുന്നത്. അല്ലാതെ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം എത്രയാണ്, എന്താണ് ഫോക്കസ് A0 അല്ലെങ്കിൽ വേർട്ടെക്സ് 0 0, ഡയറക്ട്സ് x+a=0, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസ്, റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ പരാബോളാസ് ഒന്നും ഞാൻ വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം നമുക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ സാധാരണ എഴുതുന്നത് 80² 280 എന്നാണ് അല്ലേ? ഇവിടെ 81² 281 എഴുതിയാൽ ഇവിടെ 82² രണ്ടാമത്തെ പോയിന്റ് 282 എന്ന് എഴുതിയാൽ ഈ കോഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ഈ T1ഉം T2ഉം തമ്മിലൊരു ബന്ധം ഉണ്ടാവും. എങ്ങനെയാണ്? T1 T2 ഈസ് ഈക്വൽ ടു എത്രയാണ്? വാട്ട് ഈസ് ആൻസർ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. T1 T2 ആർക്കെങ്കിലും കിട്ടിയോ? T1 T2 എത്രയാണെന്ന് പറയാമോ? Can you say a focal chord? ഇതൊരു ഫോക്കൽ കോഡാണ്. ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോകുന്ന കോഡ്. ഫോക്കസിൽ കൂടെ പോകുന്ന കോഡ് തീർച്ചയായിട്ടും ആ പരാബോളയെ രണ്ടിടത്ത് ഇൻ്റർസെക്ട് ചെയ്തിട്ടുണ്ടാവും. ഫോക്കസിൻ്റെ കോർഡിനേറ്റ് പണ്ടേ നമുക്കറിയാം A0 ആണ്. പിന്നെ വന്ന് അത് രണ്ട് പോയിൻ്റ് തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ആ പോയിന്റുകൾ തമ്മിൽ. കാരണം സംടൈംസ് വി വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ ലെങ്ത് ഓഫ് ദ ഫോക്കൽ കോഡ്. നമുക്ക് ചിലപ്പോൾ ലെങ്ത് ഓഫ് ദ ഫോക്കൽ കോഡുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. അല്ലെങ്കിൽ കോഡ് സബ്റ്റൻ 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ്, ഇങ്ങനെയൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ്റെ പാർട്ടാണ് ഈ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരാൻസർ കിട്ടിയോ എന്ന് നിങ്ങൾ പറയുക. എ കോഡ് പാസസ് ടു ദ ഫോക്കസ്, ദെൻ ദ പാരാമീറ്റർ. ഈ ടിയെ നമ്മൾ സാധാരണ y² = 4x എന്നുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഇതിനെ തന്നെ നമ്മൾ 80² 280 എന്ന് നമ്മൾ പറയാറുണ്ട്. അറിയാവുന്ന കാര്യമല്ലേ? 80² 280, അതായത് y 280 x 80² ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതുകൊണ്ട് പുതിയൊരു വേരിയബിളിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്? ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 80² 280 എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. dy/dx കണ്ടുപിടിക്കാൻ നമ്മളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. d²y/dx² അത് വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിലൊക്കെ ആ ടേം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. T1 T2 = any one of you got the answer. T1 T2 = -1 ആയിരിക്കും. ഇനിയും അതിൻ്റെ പ്രൂഫിലേക്ക് കടക്കുന്നില്ല. ചിലപ്പം ഒരു ഫോക്കൽ കോഡ് സബ്റ്റൻഡ് 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ്, ഇങ്ങനെയൊക്കെ നമ്മളോട് ക്വസ്റ്റിൻ്റെ അകത്ത് കേൾക്കാറുണ്ട്. അപ്പോൾ T1 T2 എത്ര ആയിരിക്കും? Can you say a focal chord subtend 90 degree at vertex? കോഡ് മനസ്സിലായല്ലോ, ഫോക്കൽ കോഡ് മനസ്സിലായല്ലോ. ഫോക്കൽ കോഡ് വന്ന് 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സിൽ സബ്റ്റൻഡ് ചെയ്താൽ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y² = 4x. അത് 80² 280 എന്ന് പറയുന്നത് അത് എനി പോയിൻ്റ് ഓൺ ദ പരാബോള 80² 280. രണ്ട് പോയിൻ്റ് എടുക്കുമ്പോൾ ടിക്ക് രണ്ട് വാല്യൂ കിടക്കട്ടെ, 81² 281, 82² 282 എന്ന് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞു തന്നു എ കോഡ് പാസസ് ടു ദ ഫോക്കസ് ആണെങ്കിൽ ഫോക്കസ് വഴി പോകുന്ന ഒരു കോഡ് T1 T2 എപ്പോഴും എന്തേ വരുള്ളൂ? -1 വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതൊരു ബേസിക് സ്റ്റാൻഡേർഡ് ഐഡിയ ആണ്. പിന്നെ ഞാൻ ചോദിച്ചത് ഒരു ഫോക്കൽ കോഡ് സബ്റ്റൻഡ് 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ് അല്ലെ എ കോഡ്. നീ ഇപ്പോൾ അത് പോട്ടെ, ഇവിടെ T1 T2 ഫോക്കൽ കോഡിൻ്റെ കേസ് തന്നെയല്ലേ വരുള്ളൂ. ഇനിയിപ്പോൾ വേറെ വരാനൊന്നും ഇല്ലല്ലോ. ഇനി ഏതെങ്കിലും ഒരു കോഡ്, ഞാൻ ഈ ഫോക്കൽ കോഡ് അങ്ങ് മാറ്റിയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റി, ഏതെങ്കിലും ഒരു കോഡ് സബ്റ്റൻഡ് 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ്, ഫോക്കൽ കോഡല്ല കേട്ടോ, ഏതെങ്കിലും ഒരു കോഡ് സബ്റ്റൻഡ് 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ്, T1 T2 -1 എന്നുള്ള അവസ്ഥ പോയി, ഫോക്കൽ കോഡല്ല. ഈ കേസിൻ്റെ ഒരാൻസർ പറയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇത് 0 0 അല്ലേ? വേർട്ടെക്സ് 0 0 ആണെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എത്ര വരും? ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ് 2at1 ഡിവൈഡഡ് ബൈ at1². ഇതങ്ങ് വെട്ടിപ്പോവും, ഒരു T1 അങ്ങ് വെട്ടിപ്പോവും.
ബാക്കി ഇവിടെ എത്ര വരും? 2/T1 വരും ഇതിൻ്റെ സ്ലോപ്പ്. ആരുടെ സ്ലോപ്പ്? ഈ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് OP. സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എത്ര വരും? സ്ലോപ്പ് ഓഫ് OP. സ്ലോപ്പ് ഓഫ് OQ എത്ര വരും? സ്ലോപ്പ് ഓഫ് OQ എന്ത് വരും? 2AT2 ഡിവൈഡഡ് ബൈ AT2 സ്ക്വയർ. A വെട്ടിപ്പോയി, T2 ഒരെണ്ണം വെട്ടിപ്പോയി, 2/T2 ആണ്. I told you a chord subtend 90 degree at vertex, then 2/T1 into 2/T2 എന്ത് വരും? M1 ആണ് ഇതെങ്കിൽ, ഇത് M2 ആണെങ്കിൽ M1 M2 is equal to എത്ര വരും? -1 അല്ലേ വരുള്ളൂ. സോ T1 T2 is equal to എത്ര വരും? -4. ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. മനസ്സിലായോ? ചില കാര്യങ്ങൾ T1 T2 -1 ഞാൻ പറഞ്ഞു, T1 T2 -4 ഞാൻ പറഞ്ഞു. ഓക്കെ, ക്യാൻ യു ഫോളോ? പറയുന്ന കാര്യം മനസ്സിലായോ? ഇനിയും T1 T2 2 വരുന്ന കേസുകൾ പുറകെയൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് പ്രോബ്ലത്തിനകത്ത് നോക്കാം. അപ്പം പരാബോളയിൽ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? പരാബോള ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ഡിഫറെൻറ്റ് ഫോംസുകൾ വരാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസുകൾക്കകത്ത് ഞാൻ ഷിഫ്റ്റ് വരുന്ന പാരാബോളയെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു പാരാബോള ഇങ്ങോട്ട് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത്? ഇങ്ങനെയായിരിക്കുന്നു. ഫോക്കസ് അറ്റ് വാർട്ടെക്സ് അറ്റ് H, K. ഈ വാല്യൂ A തന്നെയാണ്, ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് A തന്നെ ഞാൻ ഇട്ടു. ക്യാൻ യു ഗസ് വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ദിസ് വൺ? ഇറ്റ് ഈസ് ദ റൈറ്റ് സൈഡിലുള്ള പാരാബോളയാണ്. റൈറ്റ് സൈഡിലുള്ള പാരാബോള ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് y² = 4ax ഫോം കീപ്പ് ചെയ്യുന്ന പാരാബോളയാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ച എന്താണ്? വേർട്ടെക്സ് കുറച്ചങ്ങ് മാറിപ്പോയി. HK നമ്മൾ സർക്കിളിനകത്ത് ഇത് പഠിച്ചതാണ്. സോ ഈ വേർട്ടെക്സ് സർക്കിളിൻ്റെ സെൻറ്റർ മാറുന്നത് പോലെ തന്നെ പരാബോളയുടെ വേർട്ടെക്സ് മാറുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ അങ്ങ് മാറും. നമുക്കിതിനെ എങ്ങനെ എഴുതാം? y - k ² ഇവിടെ A വാല്യൂ തന്നെയാണ്, A തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. 4a × x - എന്ത് വരും? h. വേർട്ടെക്സ് മാറിയാൽ ഇക്വേഷൻ മാറും. മനസ്സിലാക്കി വെക്കുക. ടേമുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, T1 T2 -1 വന്നാൽ അത് ഒരു കോഡ് ഫോക്കസിൽ കൂടെ പോകുന്നതാണ്. T1 T2 is -4 വന്നാൽ ആ കോഡ് വേർട്ടെക്സിൽ 90 ഡിഗ്രി ഉണ്ടാക്കുന്നതാണ്. അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ? എനി ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത്രയും പറഞ്ഞതിൻ്റെ ആദ്യം നിന്ന് ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം തന്നെ വരാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഇപ്പം തന്നെ വരാം. ഓക്കെ, ദെൻ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അന്നേരം ആ തിയറിയിലേക്ക് വരാം. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വൺ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ vertex of the parabola is at the point -3, 0 and the directrix of this one is x + 5 is equal to 0, then its equation. That's a very simple question related to the basic of that one. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. If the vertex of the parabola is at the point -3, 0 and the directrix of this one is x + 5 is equal to 0, then its equation is. വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷൻ ആയോച്ച് ഈ കിടക്കുന്ന ഓപ്ഷനകത്ത് നിന്ന് കിട്ടിയോ ഏതെങ്കിലും? കിട്ടിയോ? ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിക്കേ, അന്നേരം ആൻസർ കിട്ടും. വേർ ഇസ് ദ വേർട്ടെക്സ്? -3, 0. ഇവിടെ നമുക്കൊരു -3, 0 ഇടാം. ആൻഡ് വാട്ട് ഈസ് ദ ഇക്വേഷൻ
of the directrix x plus 5 is equal to 0. That is x is equal to minus 5. ഇത് minus 5 0. The vertex of the parabola is at minus 3 0. Vertex-ന്റെ പുറകിലല്ലേ ഡയറക്ട്രിക്സ് ഇരിക്കത്തുള്ളൂ. വേർട്ടെക്സിൻ്റെ പുറകിലല്ലേ ഡയറക്ട്രിക്സ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ പരാബോള എക്സ്റ്റെൻഡഡ് ടു ദ റൈറ്റ് സൈഡ് അല്ലേ. ഇനി നമ്മൾ ബേസിക് ഫോമിൽ നിന്നൊന്ന് ആലോചിച്ച് ഒരു പരാബോളയിൽ ഷിഫ്റ്റ് വന്നു. മൈനസ് 3,0 ഷിഫ്റ്റ് ചെയ്താണ് അതിൻ്റെ വേർട്ടെക്സ് ഇരിക്കുന്നത്. ആൻഡ് ദ ആക്സിസ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് ഇറ്റ് സെൽഫ്. എക്സ് ആക്സിസ് തന്നെ റൊട്ടേഷൻ ഇല്ല, ചെറിയൊരു ഷിഫ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? മൈനസ് 3,0 ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പം പരാബോളയുടെ പുറകിലല്ലേ ഈ പരാബോള എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഇവിടെ നിന്നിൻ്റെ ബാക്കിലല്ലേ ഡയറക്ട്രിക്സ് വരത്തുള്ളൂ, ഫ്രണ്ടിലല്ലേ ഫോക്കസ് വരുള്ളൂ. ഫോക്കസ് നമുക്ക് കണ്ടുപിടിക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും ഇത് എഴുതേണ്ടത് y² = 4ax എന്ന് എഴുതേണ്ട കേസായിരുന്നു. പക്ഷേ ഇതിന് വന്നത് വൈക്ക് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വൈയുടെ ഷിഫ്റ്റ് 0 തന്നെ. അപ്പം നമുക്ക് വി ക്യാൻ റൈറ്റ് y² = 4 × a വാല്യൂ കിട്ടിയിട്ടില്ല കേട്ടോ. എക്സിന് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. എക്സിന് എന്താ ഷിഫ്റ്റ് വന്നിരിക്കുന്നത്? എക്സ് -3 ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം എക്സ് -3 എന്ന് പറഞ്ഞാൽ x + 3 വരും. ആൻസർ ആയോ? ഒരൊറ്റ കാര്യം കൂടെ ചെയ്താൽ മതിയല്ലോ. ഈ എ വാല്യൂ എത്രയാണെന്നൂടെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഐ ടോൾഡ് യു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ. എ എന്നുള്ള പാരാമീറ്റർ പരാബോളയിൽ എവിടെയാണ് വരുന്നത്? എ എന്നുള്ള പാരാമീറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർട്ടെക്സ് ആൻഡ് ഫോക്കസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർട്ടെക്സ് ആൻഡ് ഡയറക്ട്രിക്സ്, ഇത് രണ്ടും എ വാല്യൂ ആണ്, സെയിം വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ഇതിൻ്റെ എ വാല്യൂ? -3 0 5 0 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 യൂണിറ്റ്സ് അല്ലേ. അപ്പം ദ വാല്യൂ ഓഫ് എ ഫോർ ദിസ് വൺ ഈസ് ഈക്വൽ ടു 2. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? y² = 4 × 2 × x + 3. Any such option given there. Can you follow? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളത് പറയേണ്ടതായിരുന്നു. ആൻസർ കിട്ടിയിരുന്നോ? Anyone of you? കിട്ടിയിരുന്നു അല്ലേ? ചാറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഉണ്ടായിരുന്നോ? ആ സാർ എൻ്റെ അടുത്ത് ചാറ്റ് കിട്ടത്തില്ല, അതുകൊണ്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് എന്നൊരു സംശയം. ആണോ? അതിനിപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ലെഫ്റ്റ് ഓപ്പൺ പരാബോള ആയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡയറക്ട്രിക്സ് ഇട്ടോണം. ആദ്യമേ തന്നെ നമ്മൾ ഡയറക്ട്രിക്സ് ഇട്ടോണം. പോയിന്റ് തന്നിട്ടുണ്ടല്ലോ, വേർട്ടെക്സ് തന്നു. വെർട്ടെക്സിൽ നിന്ന് റൈറ്റോ ലെഫ്റ്റോ എങ്ങോട്ടേലും തിരിയും, അത് നമുക്ക് ഉറപ്പാണ്. അപ്പം നമ്മൾ അടുത്ത കേസ് എന്താ ആലോചിക്കേണ്ടത്? പിന്നെ ഫോക്കസ് തന്നിട്ടുണ്ടോ നോക്കണമായിരുന്നു. ഫോക്കസ് തന്നിട്ടില്ല. വേർട്ടെക്സും ഫോക്കസും ആയിരുന്നു തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം നമ്മൾ വേർട്ടെക്സ് ഇടുന്നു, ഫോക്കസ് ഇടുന്നു. ഇത് വേർട്ടെക്സ്, ഇത് ഫോക്കസ് ആയിരുന്നെങ്കിൽ ഫോക്കസിനെ കവർ ചെയ്തേ പരാബോള ഇരിക്കത്തുള്ളൂ. കറക്റ്റ്? അപ്പം അങ്ങനെ വരയ്ക്കാമായിരുന്നു. അപ്പോൾ ഇത് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വരയ്ക്കുമ്പോൾ -3 0 ഫോക്കസ് തന്നിട്ടുണ്ടെങ്കിൽ ഫോക്കസ് അകത്തേ ഇരിക്കത്തുള്ളൂ. എപ്പോഴും എല്ലാവരുടെയും ഫോക്കസ് അകത്തായിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കർവുകളുടെ ഫോക്കസ് അകത്തായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ
ലെഫ്റ്റിലേക്ക് പോകണ്ട, റൈറ്റിലേക്ക് തന്നെ പിടിച്ചാൽ മതി. പിന്നെ ഞാൻ ഡയറക്ടസ് ഇട്ടു. ഡയറക്ടസ് പരാബോളയുടെ പുറകിലല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ റൈറ്റ് ഓപ്പൺ അല്ലേ ഇത് വരാൻ സാധ്യതയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓപ്ഷൻ 1 തന്നെയല്ലേ നമ്മുടെ ആൻസർ വന്നേക്കുന്നത്? യെസ്, ദ വേർട്ടെക്സ് ഓഫ് ദ പാരാബോള. എല്ലാം ക്ലിയർ ആണ്. ഞാനിതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും വേർട്ടെക്സ് മാറിയാൽ ആ സിമിലർ ടു ദ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്റർ മാറുമ്പോൾ ഇക്വേഷൻ മാറില്ലേ? എക്സ് എന്നുള്ള x-h എന്നും y എന്നുള്ള y-k എന്നും ആകും. ഇവിടെ വേർട്ടെക്സ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്. വേർട്ടെക്സ് മാറിയാലാണ് ഇവരുടെ ഇക്വേഷൻ മാറുന്നത്. പിന്നെ അപ്പോ ഡൗണോ ലെഫ്റ്റോ റൈറ്റോ അത് നമ്മൾ കണ്ടുപിടിച്ചോണം. ഇവിടെ കോർഡിനേറ്റ്സ് എല്ലാ പോയിൻറ്റ്സും കിടന്നത് എവിടെ? ആക്സിസേലാണ്, എക്സ് ആക്സിസേലാണ് കിടന്നത്. അതുകൊണ്ട് എക്സ് വൈ സ്ക്വയർ കിടക്കും. y square equal to right or y square equal to left. Now we confirm this one. Okay, I think everybody can follow that concept. Got that concept? നമുക്ക് അടുത്തതൊന്ന് നോക്കാം. The area of triangle formed by joining the vertex of the parabola x square equal to 12y to its end of the lattice rectum. കൊള്ളാമല്ലോ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിക്കേ, അറ്റ്ലീസ്റ്റ് നമുക്കിതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ ജോമെട്രിക്കൽ ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ ഇതിനുള്ള നിങ്ങൾക്ക് നമ്മൾ 12ാം ക്ലാസ് വരെ പഠിച്ചല്ലോ, നമുക്ക് അതിനുള്ള ഡെപ്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ കയ്യിൽ അതിനുള്ള ഡെപ്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവും അതിനായിട്ട് എന്താണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. ആ ഒരു സെഗ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിലേക്കൊന്ന് നോക്കിക്കേ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഫോംഡ് ബൈ the lines joining the vertex of the parabola x square equal to 12y. x square equal to 12y മുമ്പേ പറഞ്ഞ പോലെ അപ്വാർഡ് പരാബോള ആണ്. x square equal to 12y. the end of its lattice rectum. lattice rectum എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ കിടക്കുന്ന വാല്യൂ ആണ് ലെങ്ത് ഓഫ് ദ lattice rectum 4a equal to 12 ആണ്. സോ a വാല്യൂ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 6 യൂണിറ്റ് അകലെ 0.6 ഇവിടെ നിൽക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം കയ്യിൽ ഇരിപ്പുണ്ട്. 4a വിച്ച് ഇസ് ഈക്വൽ ടു 4a ഈസ് ഈക്വൽ ടു 12 ആണ്. a ഈസ് ഈക്വൽ ടു 6 അല്ലല്ലോ, എത്രയാ? അത് ഞാൻ എഴുതിയ മിസ്റ്റേക്കാണ് കേട്ടോ. 4a ഈക്വൽ ടു 12, a ഈസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ 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 ദെൻ a is equal to 3. നമുക്ക് എയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇനി നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു. ജോയിനിങ് ദ വേർട്ടെക്സ്. ഇതാ കിട്ടിയല്ലോ. ട്രയാങ്കിൾ ഇതാ കിടക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ട്രയാങ്കിൾ കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദ ആൻസർ? ആ പറഞ്ഞോ. കിട്ടിയ ആൻസർ കിട്ടിയോ? a equal to 3 ഞാൻ ഇട്ടിട്ടുണ്ടേ. a equal to 3 കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഈ വാല്യൂ 3 ആണ്. ഇപ്പം തന്നെ ആ ട്രയാങ്കിൾ വളരെ സിമെട്രിക്കൽ ആയിട്ടല്ല ഇരിക്കുന്നത്. ആൻഡ് ദിസ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് ലാറ്റിസ് റെക്ടം. ലാറ്റിസ് റെക്ടം എപ്പോഴും ഡബിൾ ഓർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ഡബിൾ ആപ്സിസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി അല്ല വരുള്ളൂ. 90 ഡിഗ്രിയാണ്. ഇവിടെ 3 യൂണിറ്റ്സ് ആണ്. ഇതിന് മൊത്തം ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. സിമെട്രിക് ആണ്. 12 ആണ്. 4a ആണ് ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഹാഫ് ഇൻറ്റു ബേസ് 12 ഇൻറ്റു 3. What is the answer then? How many of you got this answer? Option 2. Yes, exactly. That option 2 is the right answer. Okay, fine, good. അപ്പോൾ നമുക്കതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ലാറ്റിസ് റെക്ടം എന്നുള്ള ഒരു ഞാൻ വെറുതെ ഒരു സാധാരണ ഒരു ബേസിക് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞു വന്നേ ഉള്ളൂ. ഫിഗർ വരയ്ക്കാൻ പറ്റുക. ഇപ്പോൾ ജോമെട്രി ആണോ, നമുക്ക് ഫിഗറിനെ കൺസ്ട്രക്റ്റ് ചെയ്ത കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലേ? ഫിഗറിനെ കൺസ്ട്രക്റ്റ് ചെയ്താൽ നമുക്ക് ഇത് കഴിഞ്ഞ് ഞാൻ വേറെ ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ തീർന്നു കഴിയുമ്പോൾ തീരുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നോക്കാം നമുക്ക്. അതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചോ?
an equilateral triangle is inscribed in a parabola. ഞാൻ മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇതൂടെ ചെയ്യാം അല്ലെങ്കിൽ ഇതിലേക്ക് വരാമെന്ന് ഓർത്തിട്ടാണ്. An equilateral triangle is inscribed in a parabola y square equal to 12x because one vertex is at the vertex of the parabola, then length of the side of the triangle. ചിലർക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് അറിയാം എന്ന് തോന്നുന്നു അല്ലേ? തോന്നുന്നില്ലേ? ചിലർക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് അറിയത്തില്ലേ? അറിയാമോ? An equilateral triangle is inscribed in a parabola y square equal to 12x. ഏതായാലും പരാബോള റൈറ്റിലേക്ക് തന്നെയാണ്, റൈറ്റ് ഡയറക്ഷനാണ്. because one vertex is at the vertex. ഒരു പരാബോള ഇവിടെ ഇൻസ്ക്രൈബ് വൺ വെർട്ടെക്സ് ഈസ് അറ്റ് വെർട്ടെക്സ് ഓഫ് ദി പാരാബോളയിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. വരച്ചതിന് ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, അത്ര ഈക്വിലാറ്ററലായിട്ട് തോന്നില്ലായിരിക്കും അല്ലേ? സാരമില്ല, അത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എ ബി സി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ പിന്നെ ലെങ്ത് ഓഫ് ദ സൈഡ് എല്ലായിടത്തും സെയിം ആയിരിക്കുമല്ലോ വരുന്നത്. ആ എൽ എനിക്ക് കിട്ടിയാൽ മതി. ലെങ്ത് L length of the side of the triangle. Length of the side of the triangle. എന്തായിരിക്കും length of the side of the triangle? ആർക്കെങ്കിലും കിട്ടിയോ? ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനോട് റിലേറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യനുകൾ വേറെയുണ്ട്. ഇതുപോലെ ഇരിക്കുന്ന പല ക്വസ്റ്റ്യനുകൾ ജോമെട്രിയിൽ നമ്മൾ കാണാറുണ്ട്. എങ്ങനെ? എനി വൺ ഓഫ് യു? ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. y square equal to 12x ആണ്. ഇതിന് എ വാല്യൂ വല്ലതും വേണമെങ്കിൽ ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 3 തന്നെയാണ്. ഓപ്ഷൻ 1 പറഞ്ഞ ആൾക്കാരുണ്ട്. ഏതായാലും എല്ലാ ഓപ്ഷനകത്തും √3 ഉണ്ട്. √3 അല്ലേ? √3 വാല്യൂ വല്ല പരിചയമുണ്ടോ? √3 ആയിട്ട് ഓപ്ഷൻ 1 അല്ല കേട്ടോ. ഓപ്ഷൻ 1 അല്ല. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ലെങ്ത് അല്ലേ വേണ്ടേ? എല്ലായിടത്തും ലെങ്ത് സെയിമാണ്. എൽ ഇത് മൊത്തം എൽ. നമുക്കൊരു കാര്യം ചെയ്യാം, L/2 എന്ന് എടുക്കാം. കാരണം ഇത് സിമെട്രിക് ആയിട്ട് ഇരിക്കത്തുള്ളൂ അല്ലേ? ഞാനിത് ചെയ്തും കാണിച്ചു തരാം. ഈ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് ഇതുപോലൊരു അവസരം വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 അല്ല, ആൻസർ 3 അല്ല കേട്ടോ. 18√3 വന്നില്ല. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓർമ്മയില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് സാരമില്ല. ഇനി ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ആൻസർ വേറെയാണ്, ഫോർമുല ഉണ്ട് ഇതിന് കറക്റ്റ്. അത് നമുക്ക് ചെയ്തിപ്പോൾ കാണിച്ചു തരാം. ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി അത് മറന്നു പോകാതിരിക്കും. ഇത് മാത്രമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നേച്ചറുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റായത്. ഈ ഇറാഷണൽ വാല്യൂ √3യുടെ പ്രസൻസ് കണ്ടോ? √3ഓ √2ഓ √5ഓ ഇവരുടെയൊക്കെ പ്രസൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രസൻസ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻഹെറിറ്റൻറ്റ് പ്രോപ്പർട്ടിയാണ് യൂണിവേഴ്സിലെ. അത് ഞാൻ പുറകെ കാണിച്ചു തരാം. നമുക്ക് ഏതായാലും ഇതിനിട്ടൊന്ന് എൻകൗണ്ടർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ അത്ര കിട്ടുമെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത കൺസെപ്റ്റിലേക്ക് നോക്കാം. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി അല്ലേ വരുള്ളൂ, ഇതും 30 ഡിഗ്രി അല്ലേ വരത്തുള്ളൂ. ഈ ലെങ്ത്ത് നമുക്കറിയത്തില്ല. നോക്കിക്കേ, ഇത് 30. ഇതൊക്കെ ഈ പൊക്കം L/2 ആണ്. ആ പൊക്കം ഞാൻ അതുകൊണ്ടാണ് ഒന്ന് മാറ്റി വരച്ചത്, നല്ലപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് L/2, താഴോട്ടും L/2, താഴോട്ടും L/2. അപ്പം ഇത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ y കോർഡിനേറ്റ് L/2 ആണ്. ശരിയല്ലേ? പൊക്കം ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 30യും ഈ L/2ഉം ഈ സൈഡിലൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റൂടെ കണ്ടുപിടിച്ചിട്ട് ഈ പോയിന്റ് അങ്ങോട്ട് y square equal to 12x ഇട്ട് കൊടുത്താൽ പോരെ? കാരണം ഞാനിപ്പോൾ എഴുതിയേക്കുന്ന കണ്ടോ, മനസ്സിലായോ? ഇത് y square equal to 12x എന്ന് പറയുന്ന കർവ്. ആ കർവിലെ ഒരു പോയിന്റ് ആയിരുന്നു B, ABC. ബിയുടെ കോർഡിനേറ്റ്സ് ഹൈറ്റ് എന്ന് പറയുന്നത് L/2 ആണ്. കാരണം ഈ പറയുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കിട്ടേണ്ടത്. ലെങ്ത്തിനെ ഞാൻ വെറുതെ L എന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് L, ഈ രണ്ട് ഭാഗം L/2കളാണ്. അപ്പോൾ ഇവിടുത്തെ പൊക്കം L/2 ആണ്.
ഇവിടുത്തെ പൊക്കം L/2 ആണെങ്കിൽ ഈ L/2 ഈ ബേസ് വാല്യൂ അതിൻ്റെ ഈ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡൂടെ കണക്ട് ചെയ്യുന്ന ഏത് ടി റേഷ്യോ ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്, ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ടാൻ അല്ലേ, ടാൻ 30 അല്ലേ? ടാൻ 30 ഈസ് ഈക്വൽ ടു L/2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എടുക്കാം. നമുക്കിതിനെ അറിയില്ലല്ലോ, എക്സ് എന്ന് എടുക്കുക. ടാൻ 30 എത്രയാ? ടാൻ 30 1/√3. ഈയിടെ മാറിയിട്ടൊന്നുമില്ലല്ലോ. L/2x വരും അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു √3L ഡിവൈഡഡ് ബൈ 2. നോക്കിക്കേ, എക്സ് √3L/2, √3L/2. അവിടെ നല്ല നിങ്ങൾക്ക് കാണാവുന്ന പോലെ എഴുതാം. √3L ഡിവൈഡഡ് ബൈ 2, √3L ഡിവൈഡഡ് ബൈ 2, L/2. ഇത് പോയിൻ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേംസിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടത് L ആണ്. L കണ്ടുപിടിക്കാൻ √3L/2, L/2 ലൈസ് ഓൺ ദ ലൈൻ y² ഈക്വൽ ടു 12x ആണ്. സോ y² ഈക്വൽ ടു 12. എക്സിൻ്റെ കോർഡിനേറ്റ് √3L ഡിവൈഡഡ് ബൈ 2, y ഈക്വൽ ടു L/2, L²/4. അപ്പം ആൻസറിലേക്ക് എത്തിയല്ലോ. ഒരെല്ലാം കട്ട് ചെയ്ത് പോയി, ബാക്കി 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ശരിക്കും എത്രയാണ് വരുന്നത്? 4 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 12 × 12. ഇവിടെ 6 അല്ല വരുള്ളൂ, ഈസി ടു കാൽക്കുലേറ്റ്. ഇവിടെ 6 √3 × 4 24√3. ആർക്കെങ്കിലും ആൻസർ കിട്ടിയിരുന്നോ? 24√3 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ 4 പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സിദ്ധാർത്ഥല്ലേ? ടൈം എടുക്കാൻ മറന്നുപോയോ? സാരമില്ല, ഓക്കെ. ഒരു ടൈം എടുക്കാൻ മറന്നു പോയതല്ലേ? ഇത് നമ്മൾ JEE എഴുതേണ്ടതല്ലേ? അപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വളരെ കെയർഫുള്ളായിരിക്കണം. ചെയ്യാൻ പറ്റണം, എല്ലാം ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല, പക്ഷേ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഞാനിതിന് ഷോർട്ടായിട്ടൊരു ഫോമുല അങ്ങ് പറഞ്ഞുതരാം. ഷോർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഫോമുല ഒന്നുമല്ല, ഏതായാലും ഇങ്ങനെ കിടപ്പുള്ള ഇഷ്ടം പോലെ ഫോമുലകളുണ്ട്. ദിസ് ഈസ് ഓൾ ബൈസ് 8a√3 ആയിരിക്കും. The length of an equilateral triangle which can be inscribed in a parabola whose one vertex is coincide with the vertex of the parabola. Question. അല്ലെങ്കിൽ ഇത് വരുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കേട്ടാൽ നിങ്ങളിങ്ങനെ എഴുതിക്കോണം. 8a√3 ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇതിന് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ 2022 വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. 8a√3 ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമുല. ഓക്കെ. 8a√3. ആദിത്യ ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, ദാറ്റ്സ് 8a√3. ഫോമുല അറിയാറുണ്ട്, എന്നിട്ട് ആൻസർ പറഞ്ഞില്ല ഇതിനു മുമ്പ്. ഞാൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇത് പാരാബോളയുടെ കേസല്ല ഞാനിപ്പോൾ പറഞ്ഞു. 8a√3 ഈസ് ദാൻ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഞാൻ പറഞ്ഞതെന്നറിയാം, ഈ ഇറാഷണൽ വാല്യൂ ആയിട്ട് ബന്ധമുള്ളതായിരിക്കും ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടി. ഞാൻ ഇതിന് സിമിലർ ആയിട്ട് വേറൊരു കാര്യം പറയാം. നമുക്കൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. സർക്കിൾ ഈ സർക്കിളിനകത്ത് വെക്കാവുന്ന ലാർജസ്റ്റ് ട്രയാങ്കിൾ ആരാന്നറിയോ? അതിൻ്റെ ലെങ്ത് എത്രയാണെന്നറിയോ? ഒരു സർക്കിളിനകത്ത് വെക്കാവുന്ന ലാർജസ്റ്റ് ട്രയാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണെന്നറിയോ? ഇനി ആ ട്രയാങ്കിൾ ആരാന്ന് നിങ്ങൾക്കറിയോ? ആ ട്രയാങ്കിൾ ഏത് ടൈപ്പാണെന്നറിയോ? ഒരു സർക്കിളിനകത്ത് വെക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അതും ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ ലെങ്ത്തും റേഡിയസും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് റേഡിയസ് ആണല്ലോ, ഇതെല്ലാം റേഡിയസ് ആണല്ലോ. ഇത് ലെങ്ത് അറിയാമോ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ലാർജസ്റ്റ് ട്രയാങ്കിൾ വിച്ച് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ? ആൻസർ കിട്ടിയോ? ഇല്ല, ഒന്നുകൂടെ ആലോചിച്ചാൽ. ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. What is the length of the side of the largest rectangle which can be inscribed in a circle? എല്ലാം കൺസെപ്റ്റ് ഇതൊക്കെ നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് യുണീക്ക് സിറ്റുവേഷനാണ്. ഇതിനകത്ത് പല ട്രയാങ്കിളിന് ലാർജസ്റ്റ് ഏരിയ കിട്ടത്തില്ല. ഇവിടെ പല റെക്ടാങ്കിളിന് ലാർജസ്റ്റ് ഏരിയ കിട്ടത്തില്ല. ആ ഫിഗർ ആരായിരിക്കും എന്ന് പറയാമോ? ഇനിയുണ്ട്.
ഇനി ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ പറയാം. നമ്മൾ എലിപ്സ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, എങ്കിലും ഈ എലിപ്സിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് റെക്ടാങ്കിളിന് ഏരിയ ഉണ്ട്. അപ്പം ആ ഏരിയ എത്രയാണെന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ എലിപ്സ് വരുമ്പോൾ പറയാമെന്ന് വെച്ചിരുന്നതാണ്. ഇതെല്ലാം ഒരേ കൺസെപ്റ്റ് അല്ലേ. ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു ഇറാഷണൽ വാല്യൂ. ഇറാഷണൽ വാല്യൂവിൻ്റെ പ്രത്യേകത ഗോഡ്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഗോഡ്സ്, ദൈവത്തിൻ്റെ നമ്പറാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. ഇതുപോലെ ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് അത് ക്രിയേറ്റ് ആയി വരുന്ന √3 വാല്യൂ കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ലല്ലോ. ഈ നമ്പേഴ്സിനാണ് ഗോഡ്സ് നമ്പർ, ഇറാഷണൽ വാല്യൂ. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ നിലനിൽപ്പുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂവാണ് ഇറാഷണൽ വാല്യൂസ്. നമ്മളുണ്ടാക്കിയ വാല്യൂ എന്ന് പറയാൻ പറ്റില്ല അതിന്, കേട്ടോ. ഇതുപോലെ ഓരോ സാഹചര്യങ്ങളിൽ നിന്നുണ്ടായി വന്ന വാല്യൂ അത്. ഇവിടെ 8 ആണ് വരുന്നതെങ്കിൽ ഇവിടെ ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറയുന്നത് L = √3r ആയിരിക്കും. ഇട്ടിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ. അഖിൽ, ഓക്കെ ഫൈൻ, ഗുഡ്. √3r. ഓക്കെ, യു നോ ദാറ്റ് കൺസെപ്റ്റ്. അങ്ങനെയാണ് മറ്റേ ഇവിടെ പറഞ്ഞത് സർ. സ്ക്വയറിൻ്റെ ഏരിയ അല്ല ഞാൻ ചോദിച്ചത്, സ്ക്വയറിൻ്റെ ലെങ്ത് ഓഫ് ദ സൈഡ് ചോദിച്ചാൽ മതി. ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏരിയ ആവുമല്ലോ. ഈ റെക്ടാങ്കിൾ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് കൺസെപ്റ്റാണ്. ആ റെക്ടാങ്കിൾ ഷുഡ് ബി എ സ്ക്വയർ. അതൊരു സ്ക്വയർ ആയിരിക്കണം. അതൊരു സ്ക്വയർ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് ലാർജസ്റ്റ് ഏരിയ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സർക്കിളിനകത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ ചെത്തി മിനുക്കി ഏറ്റവും ഏരിയ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയെടുത്താൽ ആ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു സ്ക്വയർ ആയിരിക്കും. ആ സ്ക്വയറിൻ്റെ ലെങ്ത്ത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ റേഡിയസുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ആ സർക്കിളിൻ്റെ റേഡിയസുമായിട്ട് ബന്ധമുള്ളത് വെച്ചാൽ സർക്കിളിനകത്തോട്ട് ഇറക്കി വെക്കാൻ പറ്റണം. πAB അല്ല, അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതിനെ പറഞ്ഞാന്ന് തോന്നുന്നു അല്ല, എലിപ്സിനെ കയറി പറഞ്ഞ. എലിപ്സിൻ്റെ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ നമുക്ക് ആ സർക്കിളിനെ തന്നെ നോക്കാം. πAB അല്ല കേട്ടോ. πAB ഏരിയ ഓഫ് ദി എലിപ്സ് ആണ്, ഫുൾ ഏരിയ ഓഫ് ദി എലിപ്സ് ആണ്. πAB എന്ന് പറഞ്ഞാൽ ഫുൾ ഏരിയ ഓഫ് ദ ഫുൾ എലിപ്സ്, മൊത്തം എലിപ്സിൻ്റെ ഏരിയയാണ് πAB. ഞാനിപ്പോൾ ചോദിച്ചത് ഇതായിരുന്നു. √3r ഇവിടെ കിട്ടി, ഓർത്ത് വെച്ചോ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു പ്രാവശ്യം, ഇത്രയല്ലായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ ഫണ്ടമെൻ്റൽ ക്വസ്റ്റിനെ പറ്റിയേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് മുമ്പത്തെ പ്രീവിയസ് ഇയറിലെ JEE നോക്കിയാൽ മതി. ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ വിച്ച് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ, അത് √3r. കുട്ടികളെ ഇവിടെ ലെങ്ത് എത്രയായിരിക്കും എന്നറിയാവോ? √2r ആയിരിക്കും. കണ്ടോ, ഇറാഷണലിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇറാഷണലിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇവിടെയാണ് വരുന്നതെങ്കിൽ ഈ ലാർജസ്റ്റ് ഏരിയ ഉണ്ടാക്കുന്ന ഒരു റെക്റ്റാങ്കിള് ഇവിടെ വരച്ച് വെച്ചാൽ അതിൻ്റെ ടോട്ടൽ ഏരിയ, ഇവിടെ ഏരിയയുടെ കാര്യം ഞാൻ പറഞ്ഞത് 2AB എന്നുള്ള ഏരിയയെ വരത്തുള്ളൂ ഇതിന്. അതിന് 2AB, πAB അല്ല 2AB. അപ്പോൾ ഇവിടെ വന്ന ലെങ്ത്, ഐ മീൻ ഈ കോർഡിനേറ്റ്സ് ആരാന്നറിയോ? A/√2 B/√2 ആണ് ഇവിടെ വരുന്ന കോർഡിനേറ്റ്സ്. എലിപ്സിൻ്റെ 2AB ആൻസർ കറക്റ്റാണ് കേട്ടോ. അഖിലേ ആൻസർ കറക്റ്റാണ് കേട്ടോ. A/√2 ഈ പോയിന്റ് കണ്ടോ, A/√2 അതും ഒരു ഇറാഷണൽ വാല്യൂ ഡിപ്പെൻഡൻ്റ് ആണ്. ഇതാ ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സിലെ പല കാര്യങ്ങളും ഇറാഷണൽ വാല്യൂ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, പല കൺസ്ട്രക്ഷൻസും. എന്നാലേ അതിന് റിലയബിലിറ്റി കൂടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഞാൻ 3-4 ഫിഗറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കോർഡിനേറ്റ്സ് A/√2 ആകുമ്പോൾ ഇവിടെ A/√2 - B/√2 വരും, അതായത് ഓപ്പോസിറ്റ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ 2 × B/√2 വരും അല്ലേ? അപ്പോൾ √2B ആണ് ലെങ്ത് ഓഫ് ദ സൈഡ് വരുന്നത്, ലെങ്ത് ഓഫ് ദ ഐ മീൻ ദ ബ്രെഡ്ത്ത് വരുന്നത്. ഇവിടെ √2A ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇനി ഞാൻ അതിൻ്റെ അകത്ത് കൊണ്ട് ഐസോസ്ലെസ് ട്രയാങ്കിളൊക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് കാണിക്കാനുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പോയാൽ ആ വഴിക്ക് അങ്ങ് പോകും, നമുക്ക് പ്രോബ്ലം ചെയ്ത് നടക്കത്തില്ല. ഏതായാലും ഇത്രയും കാര്യങ്ങൾ കേട്ടല്ലോ. ഒരു ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വിച്ച് ക്യാൻ ബി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയണമെന്നില്ല, ലാർജസ്റ്റ് ഏരിയ ഉള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും മതി. ഇവിടെ വരുമ്പോൾ ലാർജസ്റ്റ് ഏരിയ ഉള്ള റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ മതി. ഏരിയ ഒക്കെ പുറകെ കണ്ടുപിടിച്ചോണം. ഇത് രണ്ടും ലെങ്ത്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഇവിടെ ടോട്ടൽ ഏരിയയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √2A ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ √2B ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2AB ആയിരിക്കും വരുന്നത്.
ഇതൊക്കെ ഫിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യനായിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊരു കൺസെപ്റ്റിനെ നമുക്ക് നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കാമല്ലോ. ഓക്കെ, ഡൗട്ട്സ് വല്ലതും ഉണ്ടായിരുന്നോ അവിടെ? നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ കണ്ട് പല ക്വസ്റ്റിനുകൾ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, കേട്ടില്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് പറഞ്ഞുതരാം. കേട്ടോ? ക്വസ്റ്റിൻ്റെ കിടക്കും. ഇത് ആംഗിൾ ബിറ്റ്വീൻ, ഐ തിങ്ക് ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിലപ്പോൾ ഈ ആൻസർ നേരെ പറയുകയും ചെയ്യും, എനിക്ക് ഉറപ്പാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് which touches the parabola y square equal to 24x. Suppose the lines passes to the point minus 6,5. Question വായിച്ചല്ലോ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ, വായിച്ചല്ലോ. ആൻസറിലേക്ക് ഞാനൊരു മിനിറ്റിലേക്ക് ഒരു ലാഗ് ചെയ്യുന്നത് നിങ്ങൾക്കത് കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ശരിയായിരിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. നമുക്ക് അതിൽ നിന്ന് ആൻസറിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാം, അതല്ലേ? എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണോ, എന്തെങ്കിലും കുത്തി വരയ്ക്കാൻ നോക്കണം. അവിടെ എന്തെങ്കിലും വരച്ച് കഴിയുമ്പം ചിലപ്പം ആൻസറിലേക്ക് നമുക്കൊരു ക്ലിക്ക് കിട്ടിയേക്കും. അന്നേരം നമുക്കതങ്ങ് വർക്കൗട്ട് ചെയ്തെടുക്കാം. ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊരു ആൻസറും കിട്ടത്തില്ല. ചുമ്മാ ഒന്ന് റഫ്ലി അത് വരച്ച് നോക്കും. എങ്ങനെ നടക്കുമോ? The angle between two lines which touches the parabola y square equal to 24x. Actually parabola വലത്തോട്ട് തന്നെ ആയിരിക്കുന്നത്, 24x ആണ്. അപ്പോൾ 24x ആണെങ്കിൽ ഇതിൻ്റെ ഫോക്കസ് കിടക്കുന്നത് ഇത് എത്രയാണ് വരുന്നത്? 24. 4a ഈക്വൽ ടു 24 ആണ്. അപ്പോൾ എ വാല്യൂ 4 6 0 ആണ്. ഈ പോയിന്റ് കിട്ടിയ ആൻസർ കിട്ടും. ആർക്കെങ്കിലും കിട്ടിയോ? I can't speak in Hindi. Actually, I don't know Hindi. So, sorry for the interruption. I can't speak in Hindi because I don't know Hindi. Okay, then back to the question. എന്തേ ഇതിനിട്ട് എന്തെങ്കിലും നടക്കുമോ? There is a point -6,5. -6 എന്ന് പറയുമ്പോൾ കുറച്ച് അകലെ നിൽക്കുന്ന ഒരു പോയിന്റ്. -6,5. എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് തോന്നിയോ ഇത് ചെയ്യാനായിട്ട്? എനി കണക്ഷൻ യു ഗോട്ട്? ആക്ച്വലി ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. ഒരു കൺസെപ്റ്റിനെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കൺസെപ്റ്റിനെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. -60 ഫോക്കസ് 60 ഫോക്കസ് ആണ്. -65 നിന്നാണ് നമ്മൾ 2 ലൈൻസ് വരച്ച് ഇതിനെ ടച്ച് ചെയ്യിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതിങ്ങനെ വന്ന ഒരു ലൈൻ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടാകാം. ഇച്ചിരൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ടാകാം. ഐ ജസ്റ്റ് വാണ്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് 2 ലൈൻസ്. ഇനിയെങ്കിലും നമുക്കത് പറയാൻ പറ്റണം. Yes, exactly. Beach, Naji, Sayyid. Directrix ആണ്. ആര് ഡയറക്ട്രിക്സ് ആണ്? -65 എവിടെ കിടക്കുന്നതാണെന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇതല്ലേ ഉദ്ദേശിച്ചേ? -65 lies on the directrix. Then the answer is what? Then what is the answer there? അപ്പോൾ ആൻസർ ആയില്ലേ? What is the answer? Then the answer is ഡയറക്ട്രിക്സിൽ നിന്ന് വരയ്ക്കുന്ന 2 ലൈൻസ് അല്ലെ, 2 ലൈൻസ് ടാൻജൻ്റായി നിന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ആ ആംഗിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ. വരച്ചതിൻ്റെ അവസ്ഥ നോക്കിയിട്ട് പറയണ്ട, അതിൻ്റെ കൺസെപ്റ്റ് നോക്കി പറഞ്ഞാൽ മതി. ഹൗ മെനി ഓഫ് യു ക്യാൻ സേ ദ ആൻസർ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ 2. അതിനെല്ലാം ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നേ. ഓപ്ഷൻ 2 90 ഡിഗ്രി ആണ്. ഡയറക്ട്രിക്സ് എന്ന് 2 ടാൻജൻസ് വരച്ചാൽ ലോകത്ത് എപ്പോഴും ആ 2 ടാൻജൻസ് 90 ഡിഗ്രിയെ നിൽക്കാൻ പറ്റുള്ളൂ. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് തന്നെ ലോക്കസ് ഓഫ് ദി, ലോക്കസ് ആ ടേം കേട്ടിട്ടുണ്ടല്ലോ, ലോക്കസ് ഓഫ് ദി
പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എന്ത് പെർപെൻഡിക്കുലർ ടാൻജൻസ്. അതിങ്ങനെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എലിപ്സിന് വരുന്നുണ്ട്. എലിപ്സിന് വരുമ്പോൾ ഞാൻ പറയാം. ലോക്കസ് ഓഫ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടാൻജൻസ് എന്ന് പറയുന്നതാണ് ഡയറക്ട്രിക്സ്. അപ്പം ഡയറക്ട്രിക്സിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് എല്ലാ കാലത്തും 90 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ഡിഫിക്കൽട്ട് ആണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. വളരെ സിമ്പിൾ ഒരു കൺസെപ്റ്റ്. ഓക്കെ, π/2 ഓപ്ഷൻ 2. പലർക്കും ആൻസറുകൾ എത്തിയിട്ടുണ്ട്. ഫൈൻ, ഗുഡ്. അപ്പോൾ കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഈ -6,5 എന്നുള്ളത് ഡയറക്റ്റ് സെൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ള ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. ടാൻജൻ്റ് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റിലൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ എങ്കിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയോ എന്നാലോചിക്കുക കേട്ടോ. ഇവിടെ ഡയറക്ട്രിക്സിന് സിമിലറായിട്ട് സർക്കിളിൽ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. സർക്കിളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. രണ്ട് ടാൻജൻസ് വരച്ചാൽ ആ രണ്ട് ടാൻജൻസ് 90 ഡിഗ്രി നിൽക്കുന്ന ഈ 90 ഡിഗ്രി നിൽക്കുന്ന സർക്കിളുമായിട്ടൊരു ഈ ബേസ് സർക്കിളുമായിട്ട് ബന്ധമുള്ള ഒരു സർക്കിളായിരുന്നു. അത് ആരായിരുന്നറിയാമോ? അത് ഇതിടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നമ്മൾ ഡയറക്ടർ സർക്കിൾ എന്ന് പറയും. ദിസ് ഈസ് ഡയറക്ടർ സർക്കിൾ. ഇവിടെ അത് ഡയറക്ട്രിക്സ് ആയിപ്പോയി. ബിക്കോസ് അതൊരു ലൈൻ ആയതുകൊണ്ടായിരിക്കാം അതിനെ അങ്ങനെ പറയുന്നത്. ഡയറക്ട്രിക്സ്, ഇവിടെ ഡയറക്ടർ സർക്കിൾ. ഇനിയും എലിപ്സേ വന്നാലും ഉണ്ട്. ഇവിടുത്തെ ഇക്വേഷൻ ആരാന്നറിയോ? സപ്പോസ് ദ ഫസ്റ്റ് സർക്കിൾ ഈസ് x² + y² = r² ആണെങ്കിൽ രണ്ടാമത്തെ സർക്കിൾ x² + y² = 2r² ആയിരിക്കും. അതായത് ആദ്യത്തെ ആളുടെ റേഡിയസ് r ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ റേഡിയസ് √2r ആയിരിക്കും. എഴുതിയേക്കുന്ന കാണാവോന്ന് അറിയില്ല, നോക്കിക്കേ. ഇത് √2 ടൈംസ് ഓഫ് r ആയിരിക്കും കേട്ടോ. സർക്കിളിലും ഉണ്ട്, പരാബോളയിലും ഉണ്ട്. അപ്പോൾ പിന്നെ നാച്ചുറലി എലിപ്സയിലും ഹൈപ്പർബോളയിലും ഇത് കാണണമല്ലോ. എലിപ്സൽ ഒന്ന് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. എലിപ്സലായിരുന്നുവെങ്കിൽ രണ്ട് ടാൻജൻസ് 90 ഡിഗ്രി നിൽക്കുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു വലിയ സർക്കിൾ കിടപ്പുണ്ട്. ആ സർക്കിളിൻ്റെ ഇക്വേഷൻ x² + y² = പറയാമോ? എലിപ്സിൻ്റെ ഇക്വേഷൻ അറിയാൻ വയ്യാത്തതൊന്നുമില്ലല്ലോ. എലിപ്സിൻ്റെ ഇക്വേഷൻ x² / a² + y² / b² = 1 ആണെങ്കിൽ ഇവിടെ x² + y² = എത്രയായിരിക്കും? സർക്കിളെ വന്നാൽ എത്രയാ? 2r². 2r² എങ്ങനെ ഉണ്ടായത്? r² + r². ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് എലിപ്സ് എന്ന് പറഞ്ഞാൽ ചളുങ്ങിപ്പോയ സർക്കിൾ, ഐ മീൻ ഷേപ്പ് മാറിപ്പോയി. രണ്ട് സൈഡിൽ ഇതിങ്ങോട്ട് എയും ഇങ്ങോട്ട് ബിയും ആയിരുന്നു. ഇത് ശരിക്കും രണ്ടിടത്തോട്ട് എ ആയിരുന്നു ഇരുന്നിരുന്നെങ്കിൽ അത് സർക്കിൾ ആയേനെ. അപ്പം r² + r² കിട്ടുന്ന പോലെ ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? a² + ഇങ്ങോട്ടുള്ള ലെങ്ത് b². എങ്ങനെ മനസ്സിലായോ? ഗൗതം, താങ്ക് യു. ഗൗതം കൃഷ്ണ ക്ലാസ്സിന് കമൻറ്റ് ചെയ്തേക്കുന്നത്, താങ്ക് യു കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഏതായാലും ഇത്രയും പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഹൈപ്പർബോളയോടെ പറഞ്ഞേക്കാം. ഹൈപ്പർബോളയുടെ ഇരിപ്പ് എങ്ങനെയായിരിക്കുന്നത്? 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്രയെങ്കിലും ഐഡിയ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യപ്പെടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സീ ദിസ്. ഇങ്ങനെ ഹൈപ്പർബോള നമ്മൾ വരച്ചാലുണ്ടല്ലോ, ഇവിടെയും ഇതേ കൺസെപ്റ്റ് തന്നെ കിട്ടും. എന്ത് കിട്ടും? രണ്ട് ടാൻജൻസ് വരച്ചാൽ ആ രണ്ട് ടാൻജൻസ് 90 ഡിഗ്രി നിൽക്കുന്നത് ഇവിടെ കിടക്കുന്ന ഒരു സർക്കിളെന്ന് വരച്ചാൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ ആർക്കെങ്കിലും ഗസ് ചെയ്ത് പറയാമോ? ഞാൻ 2-3 ഇതിപ്പോൾ ഒരു സർക്കിൾ പോലെ തോന്നുന്നില്ലെങ്കിലും സർക്കിളാ കേട്ടോ. ഒരു സർക്കിളെന്ന് വരയ്ക്കുന്ന ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയാമോ? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. x² / a² - y² / b² = 1. ഞാനിത് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് വന്നത് പരാബോളയിൽ നിന്നാണ്. പരാബോളയിൽ ഡയറക്ട്രിക്സ്, സർക്കിളിൽ ഡയറക്ടർ സർക്കിൾ 2r², എലിപ്സിൽ ഡയറക്ടർ സർക്കിൾ a² + b². ഹൈപ്പർബോളയിലും അതൊരു സർക്കിളാണ്. ക്യാൻ യു സേ ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് വൺ? ഹൈപ്പർബോള അല്ലേ എല്ലാ കാര്യത്തിലും അത് തിരിഞ്ഞായി പോകുന്നത്. കാരണം ഇത് തിരിഞ്ഞിരിക്കുകയായിരുന്ന ഏതാണ്ട് എലിപ്സ് പോലൊക്കെ ഇരുന്നേനെ. അപ്പോൾ x² + y² = a² - b² ആയിരിക്കും ഇത്.
കേട്ടോ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും ഇവിടെ. എലിപ്സിൻ്റെ പരാബോളയുടെ കേസിൽ എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു 0 ഡയറക്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു വരികയായിരുന്നു. ശരിക്കും ലോക്കസ് ഓഫ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടാൻജൻസ് ടു ദ സർക്കിൾ, ടു ദ പാരാബോള, ടു ദ എലിപ്സ്, ടു ദ ഹൈപ്പർബോള, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗോട്ട് ഇറ്റ് പ്രോപ്പർലി? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഫിഗറെല്ലാം കൂടെ വരച്ച് വെച്ചിട്ട് ആകെ മൊത്തം ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നണ്ട കേട്ടോ. ഞാൻ ഓരോന്നും പറഞ്ഞു വന്നതാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഓക്കെ, എനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതൊരു ലൈനും ഒരു പരാബോളയും തമ്മിലുള്ള ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇഫ് ലൈൻ ത്രൂ ദ പോയിന്റ് 1,4 passes through the focus of the parabola y square equal to 16x, then length of the focal chord വരാവുന്നതൊക്കെയാണ്. ഇത് ടാൻജൻ്റ് എന്നല്ല, ഫോക്കൽ കോഡാണ്. ഫോക്കൽ കോഡ് എന്നുള്ളതിനെ പറ്റി ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ഒരു കോഡ് ഫോക്കസ് വഴി പോയാൽ അതിന് ഫോക്കൽ കോഡെന്ന് വിളിക്കാം. ഫോക്കസ് വഴി പോകുന്ന ഡബിൾ ഓർഡിനേറ്റ് ആണല്ലോ നമ്മുടെ ലാറ്റസ് റെക്റ്റം. ഇത് പക്ഷേ ലാറ്റസ് റെക്റ്റം ഒന്നുമല്ല, 1,4 എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ പല പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒരു പരാബോള ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. y square equal to 16x, അതങ്ങ് വരച്ച് വെച്ചേക്കാം. സോ വി ഡ്രോൺ എ പാരാബോള. ഇത് ശ്രദ്ധിക്കുന്നില്ലേ, നമുക്ക് കിട്ടുന്നില്ലേ? y square equal to 16x ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് 4a equal to 16 ആകുമ്പോൾ a is equal to നമ്മുടെ 4 ആവും അല്ലേ? അപ്പം ഇത് എവിടെയാണ് കിടക്കുന്നത്? ഈ 4,0-യിലാണല്ലോ ഇതിൻ്റെ ഫോക്കസ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് 4 ആണ്. അത് ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. 4,0 ആണ് ഫോക്കസിൻ്റെ അവിടെ കടന്നോട്ടെന്ന് എഴുതി പറഞ്ഞതാണ്. നമുക്ക് വേണ്ട അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോക്കൽ കോഡാണ്. ഫോക്കൽ കോഡാകുമ്പോൾ ഫോക്കസ് വഴി പോകുന്ന ഒരു കോഡ്. ചുമ്മാ നമുക്ക് ഫോക്കസ് വഴി വരുന്ന ഒരു കോഡ് അങ്ങോട്ട് വരയ്ക്കാം. ഇതാണ് ഫോക്കൽ കോഡ്. ഫോക്കൽ കോഡിന് മൊത്തം ലെങ്ത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് ആവശ്യമുള്ളൂ. ആ ലെങ്ത് ഒന്ന് പറയാമോ? ആ ലെങ്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടുപിടിക്കാനുള്ള മാർഗം പറഞ്ഞാലും മതി. എങ്ങനെ? കാണുന്നില്ല ഇപ്പോൾ? പിന്നെ ഒരു ഇൻഫോർമേഷൻ ഇവിടെ ക്വസ്റ്റ്യനകത്തുണ്ട്. ഇറ്റ് പാസസ് ടു ദ പോയിന്റ് 1,4 ആണ്. പിന്നെ ക്വസ്റ്റ്യനകത്ത് ഫോക്കൽ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അതിന് ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. അത് വിട്, നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടൊന്നും എപ്പോഴും ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കിതിൻ്റെ ഈ സാഹചര്യത്തിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്താൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ കിട്ടും? സപ്പോസ് എനിക്ക് വേണ്ട ലെങ്ത്ത് പി മുതൽ ക്യൂ വരെ മാത്രമാണ്. പി ക്യൂ എന്ന് പറയുന്ന ലെങ്ത്ത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എന്തേ? എനി ഓപ്ഷൻ കാണുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ആരും വേണ്ടുന്നില്ല. എന്നാ പറ്റി? ഐഡിയ പോയാ കയ്യിൽ നിന്ന്? ഏതായാലും ഡിസ്റ്റൻസ് ഫോമുല കണ്ടുപിടിക്കാൻ അറിയാൻ വയ്യാത്തവരൊന്നും ഈ ക്ലാസ്സിലില്ലല്ലോ. ഡിസ്റ്റൻസ് ഫോമുല അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഒരു ചെറിയ കാര്യം അവിടെ ശ്രദ്ധിക്കണമായിരുന്നു. ഈ 1,4 എന്ന് പറയുന്ന പോയിന്റ് അത് കണ്ടു. സോൾവ് ദ ലൈൻ ആൻഡ് പാരാബോള ആൻഡ് ഗെറ്റ് ദ പോയിന്റ്. അത് ഓക്കെ, അത് കറക്റ്റാണ്. അങ്ങനെ സോൾവ് ചെയ്യാൻ മേലാഴിയില്ല. പക്ഷേ ലൈൻ എന്ന് പറയുന്നത് 1,4 വഴിയും ഫോക്കസ് വഴിയും പോകുന്നല്ല. ഈ 1,4 നിങ്ങൾ ശ്രദ്ധിക്കുക, പല കാര്യങ്ങളും ഇവിടെ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടാത്തത്. ഈ 1,4 എവിടെ കിടക്കുന്നതെന്നറിയോ?
ഏതായാലും അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോയിൻ്റാണേ, ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. 1,4 ഫസ്റ്റ് ക്വാഡ്രൻറ്റില്ല. പരാബോള വലത്തോട്ട് പോയിരിക്കുന്നത്. ഈ പരാബോളയുടെ അകത്താണോ പുറത്താണോ ഓണാണോ ആ പോയിൻ്റ്? അകത്താണോ പുറത്താണോ ഓണാണോ ആ പോയിൻ്റ്? നിങ്ങൾ ചുമ്മാ ആ 1,4 എടുത്ത് ഈ പരാബോളയ്ക്കകത്തൊന്ന് ഇട്ട് കൊടുത്തേ കുട്ടികളെ. 4 = 16 × 1. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലേ? കണ്ടോ? സാറ്റിസ്ഫൈ ചെയ്താൽ കണ്ടോ? അപ്പോൾ പരാബോളയെ കിടക്കുന്ന പോയിൻ്റ് അല്ലേ ഈ പറയുന്ന 1,4? മനസ്സിലായായിരുന്നു? ആരെങ്കിലും അത് ചെക്ക് ചെയ്തായിരുന്നോ? 1,4 എവിടെ കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും നോക്കിയായിരുന്നോ? ഡിഡ് യു ചെക്ക്? സോ ദാറ്റ് 1,4 ലൈസ് ഓൺ ദി പരാബോള. ഇനിയും കാര്യം വളരെ എളുപ്പമാണ്. ഇനിയത്തെ കാര്യം വളരെ എളുപ്പമാണ്. രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഡിസ്റ്റൻസ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർമുല വെച്ച് ചെയ്യാം. ഞാൻ മുമ്പേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഓൺ ദി പരാബോള റേഷ്യോ ഒന്നും വേണ്ട, നമുക്കതല്ലാതെ ചെയ്യാം. 1,4 ഇവിടെയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പരാബോളയെ കിടക്കുന്ന ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് 80² 280 എന്നല്ലേ? അപ്പം അതിനകത്ത് 284 ആണെന്ന് വിചാരിച്ചാൽ അല്ലേ? 280 കണ്ടോ? 4 1,4. അപ്പം 280 = 4 ആണെന്ന് വിചാരിച്ചാൽ എ വാല്യൂ ഇവിടെ ഉണ്ടല്ലോ. എത്രയാണ് എ വാല്യൂ? എ വാല്യൂ 4 ആണ്. സോ ടി വാല്യൂ എത്രയാണ്? പറഞ്ഞേ, പെട്ടെന്നൊന്ന് പറഞ്ഞേ. ടി വാല്യൂ എത്രയാണ്? 4 / 2a. 2 × 4 1/2. ഇതിനെ T1 എന്ന് വിളിച്ചാൽ നമുക്കറിയാം ഫോക്കൽ കോഡാണെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞു തന്നതല്ലത്, T1 T2 -1 എന്ന് ഞാൻ പഠിപ്പിച്ചതാണോ? ഫോക്കൽ കോഡാണെങ്കിൽ ആ രണ്ട് പോയിന്റുകളുടെ പാരാമീറ്റേഴ്സ് തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്ന T1 T2 -1 എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഇത് 80² 280 ആണെങ്കിൽ ഇവിടെ 81². ഇവിടെ T1 = 1/2 ആണെങ്കിൽ T2 = എത്രയാണ് വരണ്ടേ? T1 T2 -1 ആണ് അല്ലേ? അപ്പം T2 = -1/T1 ആണ്. സോ T2 = നമുക്ക് 2 എന്നല്ല വരുന്നത്, -2 എന്നല്ല വരുന്നത് അല്ലേ? -2. T1 T2 1/T1 1/1/2 1/1/2 തിരിച്ച് വന്ന് -2 വരും. -2 വരുമ്പോൾ 80² എത്രയാണ് വരുന്നത്? 82². രണ്ടാമത്തെ പോയിന്റ് നമുക്ക് 82² 282 എന്നെടുത്താൽ ദാറ്റ് ഈസ് A4 ആണ്. T2² -2 -2ൻ്റെ സ്ക്വയർ. അപ്പോൾ 4 × 4 16, എത്രയാണ് വരുന്നത്? 282 2 × 8 × -2 എത്രയാണ് വരുന്നത്? -16. ദേ എന്താ എളുപ്പം, കോർഡിനേറ്റ്സ് കിട്ടിയ കണ്ടോ? ഞാനിത് ഷോർട്ടായിട്ട് ചെയ്യാൻ പറഞ്ഞുതരാം, നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട, ഒറ്റ സ്റ്റെപ്പ് പറഞ്ഞുതരാം. പക്ഷേ ഇത് കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം 16ഉം ഇനിയിപ്പം ഡിസ്റ്റൻസ് അങ്ങ് എടുത്താൽ മതി. 16 - 1 15ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. -16 - 4 20ൻ്റെ സ്ക്വയർ. 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 400. 400 + 225 625. റൂട്ട് എടുത്താൽ, ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് എടുത്താൽ എത്രയാണ് വരുന്നത് പറ? 400 + 225 625. 25 ഉണ്ടോ? 25 തന്നെ ഇവിടെ ടിക്ക് കിടപ്പുണ്ട്. അല്ലല്ല, ഇത് വേറെ എന്താ കാര്യത്തിന് എഴുതാം. 25 ഈസ് ദ ആൻസർ. ആൻസർ കിട്ടിയോ? 25 ആൻസർ കിട്ടിയോ? 25 ആൻസർ കിട്ടിയോ ഇല്ലയോ പറ. ഓപ്ഷൻ 1 കിട്ടിയ ആൾക്കാരുണ്ട്? ഓപ്ഷൻ 1 സ്നേഹ? ഓക്കെ, ഓപ്ഷൻ 1 ആണ്, കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചെയ്യാൻ നിങ്ങൾ ഓർത്തോ, ഫോക്കൽ കോഡ് എന്നൊരു ടേം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ, ഫോക്കൽ കോഡ് എന്ന് പറയുന്ന ടേം നിങ്ങൾ എവിടെ കേട്ടാലും ഓർത്തോണം, അത് T1 T2 -1 ആണ്. മുമ്പേ ഞാൻ T1 T2 2 ഉള്ള ഒരു സാധനം എടുത്ത് കാണിച്ചായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? T1 T2 എപ്പോഴാണ് 2 ആകും? അല്ല, -4 വരുന്നത് എത്രയാണെന്ന് കാണിച്ചായിരുന്നു. 2 കാണിച്ചു തന്നില്ല, -4 വരുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഓർത്താൽ മതി, ഇടയ്ക്ക് ഞാൻ ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നോക്കിക്കോണം ഏതാണേ.
ഈ പോയിന്റിന് 1,4 എന്ന് പറയുന്ന പോയിന്റ് 1 എൻഡ് ആണെങ്കിൽ 80 സ്ക്വയർ 280 ഈസ് ഈക്വൽ ടു, ഞാൻ എത്ര എഴുതി പറഞ്ഞിട്ടുണ്ട്, 280 ഈസ് ഈക്വൽ ടു 4 എന്ന് എടുത്തിട്ട് ടി എന്നുള്ള കൺസെപ്റ്റ് 1/2 എന്ന് കിട്ടി. ടി കിട്ടിയാൽ മതി. ടി 1/2 ആണെങ്കിൽ ഓൾവേസ് എ ഫോർമുല ഫോർ ഗെറ്റിംഗ് ദ ലെങ്ത് ഓഫ് ദ ഫോക്കൽ കോഡ്, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഫോക്കൽ കോഡ്. നിങ്ങൾ വേണേൽ എഴുതി വെച്ചോ, എ ഇൻറ്റു ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ ഇട്ടാൽ മതി. ടി പ്ലസ് 1/t എന്താ എളുപ്പം, ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ. എ എത്രയാ, 4 അല്ലേ? ടി എത്രയാ, 1/2 അല്ലേ? 1/t എത്രയാ, 2 അല്ലേ? ഹോൾ സ്ക്വയർ ഇട്ടേ. 2ൻ്റെ സ്ക്വയർ LCM എടുത്ത് കഴിയുമ്പോൾ ഇവിടെ 4 വരും. 4ഉം 4ഉം കട്ട് ചെയ്ത് പോയിട്ട് 2 + 2 5 സ്ക്വയർ വരും. വാട്ട് ഈസ് യുവർ ആൻസർ? 25. ദിസ് ഇസ് ദ ഷോർട്ടസ്റ്റ് വേ ടു ഫൈൻഡ് ദ ആൻസർ ഓഫ് ദാറ്റ് വൺ ഇഫ് യു റിമെമ്പർ ദ ഫോർമുല. ഫോർമുല അറിയാൻ മേലെ പിന്നെ മാർഗമൊന്നുമില്ല, പിന്നെ ഷോർട്ട് നടക്കത്തില്ല, നേരെ അങ്ങ് ചെയ്താൽ മതി. നേരെ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്ന കാര്യം 1 എൻഡ്. ഇത് പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് JEE എടുത്ത് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഇതേപടി ചിലപ്പോൾ കാണാം. ഈ പോയിന്റ് തരും 1 എൻഡ് ഓഫ് ദ ഫോക്കൽ കോഡ്, അതർ എൻഡ് ഓഫ് ദ ഫോക്കൽ കോഡ് കണ്ടുപിടിക്കാൻ T1 T2 -1 വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാ മനസ്സിലായോ? 1 എൻഡ് ഓഫ് ദ ഫോക്കൽ കോഡ്. ഞാനിവിടെ ഓക്കെ പലരും 25 ഇട്ടേക്കുന്ന കണ്ടു കേട്ടോ. ഓക്കെ, 90 ഡിഗ്രി ഒരു കോഡ് സബ്റ്റൻ 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ്. അപ്പം ഞാൻ പറഞ്ഞു തന്നൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടല്ലേ? കോഡ് വേറൊരു കോഡ് സബ്റ്റൻ 90 ഡിഗ്രി അറ്റ് വേർട്ടെക്സ് ആണെങ്കിൽ ഓൾവേസ് ദറ്റ് T1 T2 ഈസ് ഈക്വൽ ടു -4. ഇനി നോർമലുമായിട്ട് റിലേറ്റ് ചെയ്ത് T1 T2ൻ്റെ വാല്യൂ പറയും. പക്ഷേ ഇപ്പം നോർമലൊന്നും ഉണ്ടോയെന്ന് നമ്മളിങ്ങനെ ഒരു സംശയത്തെ നിൽക്കുക. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നൗ നമ്മളിപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞാൽ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്തോ ക്വസ്റ്റ്യൻ? If the vertex of the parabola is at 2 - 1 and the equation of the directrix is 4x - 3y is equal to 21, then the length of എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പക്ഷേ ഈ സാധനത്തിനൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ് അല്ല. എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കി. ഇഫ് ദ വേർട്ടെക്സ് ഓഫ് ദി പാരാബോള ഈസ് അറ്റ് 2 - 1 ആൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഈസ്, ഇങ്ങനെ ഡയറക്ട്രിക്സ് വരുന്ന ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഡയറക്ട്രിക്സ് വരുന്ന ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 4x - 3y ഈസ് ഈക്വൽ ടു 21. സാധാരണ നമ്മളൊരു പാരാബോളയുടെ ഡയറക്ട്രിക്സ് എഴുതുന്നത് എങ്ങനെയാണ്? x ഈസ് ഈക്വൽ ടു -a, അല്ലെ x ഈസ് ഈക്വൽ ടു +a, അല്ലെ y ഈക്വൽ ടു -a, അല്ലെ y ഈക്വൽ ടു +a. 4 എണ്ണമാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയേ. 4x - 3y ഈക്വൽ ടു 21. ഇതൊരു ചെരിഞ്ഞിരിക്കുന്ന ലൈനാണ്. ഞാനത് മുഴുവനൊന്നും വരയ്ക്കുന്നില്ല, ലൈൻ വരച്ചത്. സപ്പോസ് എ ലൈൻ, ഇങ്ങനെ ഇരിക്കുന്ന ലൈൻ ഡയറക്ട്രിക്സ് ആയിരിക്കും. ഈ ലൈൻ ഏതായാലും സിസ്റ്റത്തിനകത്ത് എക്സിനോ വൈക്കോ പാരലലോ പെർപെൻഡിക്കുലറോ ആവില്ലല്ലോ. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിനൊരു ഹിൻഡ് പറഞ്ഞുതരാം. യു ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം. ഞാൻ ഇന്ന് ആദ്യത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു തന്ന ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ ആൻസർ ഓഫ് ദിസ് വൺ. അന്നേരം തന്നെ നമുക്ക് അതിന് ആൻസറിലേക്ക് എത്താനുള്ളൊരു മാർഗം കിട്ടും. ആൻസർ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞേ. നോർമൽ ഇല്ലാത്ത തികച്ചും നോർമലാണല്ലേ, അപ്പോൾ പേടിക്കണ്ട. ഓക്കെ ഫൈൻ. ഓക്കെ അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കമൻറ്റ്. ഓക്കെ ഫൈൻ. നൗ നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യനിലേക്ക് കം ടു ദിസ് പോയിന്റ്. ഓക്കെ, ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്ന ഡയറക്ട്രിക്സിൻ്റെ ഷേപ്പ് ഇതാണെന്നേലും മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ ഡയറക്ട്രിക്സ് ഇരുന്നാൽ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടേ ആക്സിസ് ഇരിക്കത്തുള്ളൂ. ആക്സിസിലെ പരാബോള ഇരിക്കത്തുള്ളൂ, കാരണം അതിനൊരു സപ്പോർട്ടൊക്കെ ആവശ്യം. ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഡയറക്ട്രിക്സ് പുറകിലും ആയിരിക്കും. പുറകിലല്ല, ഇനി ഇപ്പുറത്തെ വരച്ച് വെച്ചതല്ലേ എനിക്ക് പ്രശ്നമില്ല. ഇതാണ് എൻ്റെ 4x - 3y ഈസ് ഈക്വൽ ടു 21. ഇതാണ് എൻ്റെ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്. പക്ഷേ ഇതൊന്നും അല്ല, എനിക്ക് വേണ്ടതൊരു കൺസെപ്റ്റ് എന്തായിരുന്നു? ഐ വാണ്ട് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ്റ്റ് റെക്റ്റം. ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറയുന്നത് എന്താ? ബേസിക് കൺസെപ്റ്റ് എന്താ? ലാറ്റസ്റ്റ് റെക്റ്റം
always passes through the double ordinate passes through the focus. ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ഉണ്ട് ഓർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. ഈ ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്. ഇതാണ് ഫോക്കസ്. Any one of you strikes the method for solving this one? Can you? Wow. The answer is ഏതാ പറഞ്ഞേ? ഓപ്ഷൻ 2 8. അതിവിടെ കുത്തു വീണ കൊണ്ട് പറഞ്ഞതാണോ? അല്ലല്ല, ചെയ്തിട്ട് പറഞ്ഞതല്ലേ? That's fine. The answer is correct. കേട്ടോ, ആൻസർ കറക്റ്റാ. ബാക്കിയുള്ളവരെ എന്തെങ്കിലും ഐഡിയ കിട്ടിയെന്ന് നോക്കിക്കേ. ആൻസർ കറക്റ്റാണ്. നമ്മൾ പറഞ്ഞതാണ്, ഈ ഫോക്കസ് എന്ന് പറയുന്നത് വേർട്ടെക്സിൽ നിന്ന് എത്രമാത്രം അകലത്തിൽ നിൽക്കുന്നോ അത്രമാത്രം അകലത്തിലായിരിക്കും ഈ ഡയറക്ട്രിക്സ് നിൽക്കുന്നത്. ആണേ? അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മളിപ്പോൾ എങ്ങനെയാണ് വന്നേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ ഡയറക്ട്രിക്സ് ആൻഡ് വേർട്ടെക്സ് ഇവിടെ കൃത്യമായി കിടപ്പുണ്ട്. എത്രയാണ്? 2,-1. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പം ബാക്കിയുള്ളവർക്ക് കൂടെ പറയാൻ പറ്റണ്ടല്ലേ? എൻ്റെ ആവശ്യം എന്താ? നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റണം. വേർട്ടെക്സും ഡയറക്ട്രിക്സും തമ്മിലുള്ള അകലവും വേർട്ടെക്സും ഫോക്കസും തമ്മിലുള്ള അകലവും സെയിം ആണ്, എ വാല്യൂ ആണ്. ഏത് പരാബോളയുടെയും ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം 4a ആണ്. നമുക്കെല്ലാവർക്കും അറിയാം 4a ആണ്. 4a കിട്ടാൻ എ കിട്ടിയാൽ മതി. അപ്പോൾ പരാബോള എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, ചെരിഞ്ഞ മറിഞ്ഞ് എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർട്ടെക്സ് ആൻഡ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും എ വാല്യൂ ആണെന്ന് തോന്നിയാൽ നമുക്ക് ആൻസർ ആയില്ലേ? ഇനി ഫോക്കസാണ് തന്നിരിക്കുന്നെങ്കിൽ ഫോക്കസും ഡയറക്ട്രിക്സും തമ്മിലുള്ള അകലം 2a ആണ്. ഇവിടെ വേർട്ടെക്സ് 2-1 ഉണ്ട്. ഒരു ലൈൻ ഇവിടെ കിടപ്പുണ്ട്. ഈ ലൈനും ഈ പോയിൻറ്റും തമ്മിലുള്ള അകലം എന്തായിരിക്കുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്? ദ വാല്യൂ ഓഫ് എ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പരാബോളയ്ക്ക് ആകെ ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ. ദ ഓൺലി വൺ പാരാമീറ്റർ ഇൻ ദ ഇക്വേഷൻ ഓഫ് ദി പാരാബോള എന്ന് പറയുന്നത് എ വാല്യൂ ആണ്. എ വാല്യൂവിനെ നമ്മൾ പല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർട്ടെക്സ് ആൻഡ് ഫോക്കസ് എ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർട്ടെക്സ് ആൻഡ് ഡയറക്ട്രിക്സ് എ ആണ്. y² = 4ax എ കിടപ്പുണ്ട്. അപ്പോൾ 4a കിട്ടിയാൽ നമുക്ക് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ആകും. അതുപോലെ പരാബോളയുമായിട്ട് റിലേറ്റ് ചെയ്ത മോസ്റ്റ് ഓഫ് ദി ഏത് കൺസെപ്റ്റും നമുക്ക് എ വാല്യൂ വെച്ച് പറയാൻ പറ്റും. അപ്പോൾ എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ പോയിൻറ്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങെടുത്താൽ മതി. അത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ്റെ പാർട്ടായിട്ട് വരുമല്ലോ. ഫ്രം എ പോയിൻറ്റ് ടു എ ലൈൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിൻറ്റ് 2,-1 ടു ദിസ് ലൈൻ? 2,-1 ടു ദ ലൈൻ ഏതാണ്? 4x - 3y. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, -21 = 0. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഫോർമുല നമുക്കറിയത്തില്ലേ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫോർമുല? പറ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫോർമുല ഫോർ എ ലൈൻ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് അല്ല ഞാൻ ചോദിച്ചത്. പലയിടത്ത് ഈ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു ലൈനും ഒരു പോയിൻറ്റും തമ്മിലുള്ള അകലം, ഒരു ലൈനും ഒരു പോയിൻറ്റും തമ്മിലുള്ള അകലം, ഒരു പ്ലെയിനും ഒരു പോയിൻറ്റും തമ്മിലുള്ള അകലം, പിന്നെ 3Dയിലെ ഒരു ലൈനും ഒരു പോയിൻറ്റും തമ്മിലുള്ള അകലം. പലയിടത്തും പല രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാറുണ്ട്. ഇവിടെ വളരെ സിമ്പിളാണ്. പുട്ട് ദിസ് വാല്യൂ 4 × 2 -3 × -1 -21 വിത്ത് മോഡ് ഡിവൈഡഡ് ബൈ √4² + 3². അത് എളുപ്പത്തിന് വേണ്ടി ഇട്ടതാണ് 4² + 3² കേട്ടോ. ഞാൻ ഇട്ടതൊന്നും അല്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ എത്ര വരും? 8, 21. താഴെ ഏതായാലും 5 ആണെന്ന് എനിക്കറിയാം അല്ലേ? 21, 3, 24. ഇവിടെ എത്ര വരും? 4. എവിടെ 8 + 3 -21. 11 -21 എത്രയാണ് വന്നത്? 10 അല്ലേ വന്നത്? 10/5 2. എന്നതാ 2? എ ആണ് 2. എ ആണ് 2. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം? 4a ആണ്. 4 × 2 എത്ര വരും?
8 ഇതല്ലേ ആൻസർ നിങ്ങൾ പറഞ്ഞത് ചിലരൊക്കെ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതിന് മുമ്പും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസ് ഞാൻ കണ്ടു കേട്ടോ. ഫോമുല കണ്ട് AX1 + BY1 + C/√(f) ഉണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ദ ആൻസർ ഫോർ ദിസ് വൺ. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിരുന്നു നമ്മൾ ചെയ്തത്. അതിൻ്റെ ആൻസർ കിട്ടിയിരുന്നോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ മടിക്കണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. നൗ ദ ലോക്കസ് ഓഫ് ദ മിഡ്. ഒരു പുതിയ ടേം വന്നിട്ടുണ്ട്, ലോക്കസ്. ഞാനായിട്ടത് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് മുമ്പ് കിടക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും ആ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോക്കസ്. ലോക്കസ് ഓഫ് ദി മിഡിൽ പോയിന്റ് ഓഫ് ദ കോഡ്സ് ഓഫ് ദി പാരാബോള y² = 4x വിച്ച് പാസസ് ത്രൂ ഒറിജിനിസ്. ഈ ലോക്കസിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും എപ്പോഴും നിൽക്കുന്നത്. കുറച്ച് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കിടപ്പുണ്ടാവത്തില്ല. നമ്മളായിട്ടാണ് അതിനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരേണ്ടത്. ലോക്കസ് ഓഫ് ദി മിഡിൽ പോയിന്റ് ഓഫ് ദി കോഡ്സ് ഓഫ് ദി പാരാബോള. പല കാര്യങ്ങളുണ്ടല്ലോ അവിടെ. പാരാബോള ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നെ പാരാബോള അങ്ങോട്ട് വരയ്ക്കാം. ദർ ഈസ് എ പാരാബോള y² = 4x. ആർക്കും അത് പെട്ടെന്ന് വരച്ച് വയ്ക്കാൻ പറ്റും. y² = 4x പെട്ടെന്ന് നമ്മൾ വരച്ച് വെച്ചു. ഇനി കണ്ടുപിടിക്കേണ്ട ലോക്കസ്. ലോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ്. കുറേയേറെ പോയിൻറ്റുകൾ ഗ്രൂപ്പായി വരുമ്പോൾ ആ പോയിൻറ്റ്സുകളെ നമ്മൾ ജോയിൻ ചെയ്ത് ഉണ്ടാക്കി വരുന്ന കർവിനെയാണ് നമ്മൾ ആ കർവ് ദറ്റ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ലോക്കസ്. ലോക്കസ് ഈസ് ദ കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ്. നമുക്കറിയാമല്ലോ, കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആണ് ലോക്കസ്. ആ പോയിൻറ്റുകളൊക്കെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേ നിൽക്കത്തുള്ളൂ. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കുന്ന കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആരാണ്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം കണ്ടീഷൻസാണ്. സ്ട്രൈറ്റ് ലൈൻ ഒരു കണ്ടീഷനല്ലേ? സർക്കിൾ ഒരു കണ്ടീഷനല്ലേ? പരാബോള ഒരു കണ്ടീഷനാണ്. ഒരു പോയിൻ്റ് മൂവ്, ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഒരു പോയിൻ്റ് മൂവ് ചെയ്യുമ്പം ഉണ്ടാകുന്ന കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ ലോക്കസ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്നതാണ്. ഞാനിത് പറയുമ്പോൾ എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ എന്താ സംഭവം? മിഡിൽ പോയിൻറ്റിൻ്റെ ലോക്കസ് ആണ് വേണ്ടത്. കോഡും ആയിരിക്കണം. ലോക്കസ് ഓഫ് മിഡിൽ പോയിൻറ്റ് ഓഫ് ദി കോഡ് ഓഫ് ദി പാരാബോള വിച്ച് പാസസ് ത്രൂ ഒറിജിൻ. അപ്പോൾ കോഡിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ ഞാൻ ഇത്രയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ലോക്കസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം അതിനെ നിങ്ങൾ എങ്ങനെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പാരാബോള ഉണ്ട്. പാരാബോളയിൽ ഒരു കോഡുണ്ട്. കോഡ് ഏതുവഴി പോകുന്നതാണ്? സെൻറ്റർ വഴി പോകുന്ന കോഡാണ്. സെൻറ്റർ വഴി പോകുന്ന ഇഷ്ടംപോലെ കോഡുകൾ നമുക്ക് വരയ്ക്കാം. ലോട്ട് ഓഫ് കോഡ്സ് വി ക്യാൻ ഡ്രോ. ഞാൻ കുറേ എണ്ണേ വരയ്ക്കുന്നുള്ളൂ. അവസാനം ഇതെല്ലാം കൂടെ വരച്ചാൽ ചില ഒന്നും കാണാൻ മേലാത്ത അവസ്ഥയാവും. അവരുടെ എല്ലാം കൂടെ മിഡ് പോയിൻ്റ് ഇതിങ്ങനെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ല, ഞാൻ വരയ്ക്കാൻ തുടങ്ങിയാലല്ല, നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയാൽ. ഞാൻ വരയ്ക്കാൻ തുടങ്ങിയാൽ എനിക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു കോഡ് PQ ആണ്, അടുത്ത കോഡ് PQ1 ആണ്, ഇവിടെ Q2 Q3 ചുമ്മാ എഴുതിയേക്കുന്നതാണ് പോയിൻറ്റ്സ്. ഇവരുടെയൊക്കെ മിഡ് പോയിൻ്റ് PQൻ്റെ മിഡ് പോയിൻ്റ് ഏകദേശം ഇവിടെ വരുമെന്ന് നിൽക്കുക. ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ വരുമെന്ന് നിൽക്കുക. ഇതിന് ഏകദേശം ഇവിടെ വരുമെന്ന് വിചാരിക്കും. ഈ മിഡ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ഞാനായിട്ട് ജോയിൻ ചെയ്യുന്നില്ല. നിങ്ങളങ്ങ് ജോയിൻ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്കത് ചെയ്യുന്ന വിധം പുറകെ ഞാൻ പറയുന്നതായിരിക്കും. ഈ മിഡ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഉണ്ടായി വരുന്ന കർവ് ദ ലോക്കസ് ഓഫ് മിഡിൽ പോയിൻ്റ് ഓഫ് കോഡ്സ് ഓഫ് ദി പാരാബോള y² = 4x വിച്ച് പാസസ് ത്രൂ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പോകുന്ന കോഡുകളുടെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന കർവ്. ഞാൻ എല്ലാ ടേമും പറഞ്ഞു. നിങ്ങൾക്ക് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. ആഫ്റ്റർ സീയിങ് ദിസ് ക്ലാസ് മൈ കോൺഫിഡൻസ് ലെവൽ ഈസ് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ? ആ കയർവ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സ്ലോപ്പ് കൂടിയ കയർവാന്നല്ലേ അല്ലേ മോനെ? ആഫ്റ്റർ ദിസ് ക്ലാസ് മൈ കോൺഫിഡൻസ് ലെവൽ ഈസ്. പിന്നെ ഒരു ഗ്രാഫാണ് ഞാൻ കാണുന്നത്. ആ ഗ്രാഫ് കുഴപ്പമില്ല. സ്ലോപ്പ് പോസിറ്റീവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇൻക്രീസിങ്ങാണ്, കുഴപ്പമില്ല. ദാറ്റ്സ് ഫൈൻ. ഗുഡ്.
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ലോക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഏതായാലും നമുക്ക് ഈ ക്വസ്റ്റിനെ ഒന്ന് നോക്കാം. എങ്ങനെ എത്തിയോ? 2 കോഡ് വരച്ച് അത് അതിൻ്റെ മിഡ് പോയിന്റുകൾ ഞാൻ ഏകദേശം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്ത പോയിന്റ്സൊക്കെ ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന ഇക്വേഷൻ ഈ പറയുന്ന താഴെ കിടക്കുന്ന ഇക്വേഷൻ കണ്ടാലെല്ലാം അറിയാമല്ലോ, അത് വരാപോളല്ലേ എല്ലാ ഇക്വേഷനും. ഓപ്ഷനെ ഒന്ന് നോക്കിക്കുക നിങ്ങൾ. y² x, y² 2x, y² 4x ആൻഡ് y² 3x എല്ലാം പരാബോളയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? ആൻസർ പരാബോളയാണ്. പിന്നെ മിഡ് പോയിന്റ് ഓഫ് ദ കോഡ്സ് ആണ്. അപ്പോൾ ഏകദേശം ഈ പരാബോള ഇങ്ങനെ ഷ്രിങ്ക് ആയി വരാനല്ലേ സാധ്യത. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന മിഡിൽ പോയിന്റ്സ് എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉള്ള 4ax പകുതിയാക്കി 2ax എന്ന് വല്ലതും അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ അല്ലേ? ഉള്ള 4ax നേരെ പകുതിയാക്കി 2ax എന്ന് വല്ലതും അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ? എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ടിക്ക് ചെയ്ത് വിട്ടാലോ? വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ജഡ്ജ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റണ്ടേ? വേണ്ടേ? എപ്പോഴും ഒന്നും നടന്നു വരത്തില്ല അല്ലേ? ഓക്കെ. റഫ് അസംഷനാ ഞാൻ പറഞ്ഞ. അസംഷൻ വേണ്ട, നമുക്കങ്ങ് ചെയ്തേക്കാം. അപ്പോൾ പ്രശ്നമില്ലല്ലോ, നമുക്ക് അതങ്ങ് വർക്കൗട്ട് ചെയ്യാന്നേ, നോ പ്രോബ്ലം. സപ്പോസ് y² = 4ax എന്നുള്ള പരാബോളയ്ക്കകത്ത് ഈ പോയിന്റ് Q എന്നുള്ള പോയിന്റ് നമുക്ക് 80² 280 എന്ന് അങ്ങോട്ട് എടുക്കാം. കെൻ യു ഫോളോ? നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ 80² 280 ആയിരിക്കും പരാബോളയിലും പോയിന്റ്. ഇവിടെ 5² = 4ax തന്നെയാണ്. മറ്റേ പോയിന്റ് 0 0 ആണ്. നമുക്ക് ആരുടെ ലോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്? മിഡ് പോയിന്റിൻ്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിഡ് പോയിന്റിൻ്റെ ലോക്കസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിഡ് പോയിന്റിനെ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് h, k എന്നാണ്. ഒരു ലോക്കസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു പോയിന്റിനെ നമ്മൾ എടുക്കേണ്ടത് h, k എന്നാണ്. നോ പ്രോബ്ലം, h, k എന്നെടുത്തു. നമുക്കിനി എന്താ വേണ്ടേ? എച്ചും കെയും ഇൻവോൾവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായി വരണം. ഞാൻ ഇത്രയും പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി ഉള്ളതൊന്നുമില്ല, അതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ വേറെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ലോക്കസിൻ്റെ ചെയ്യുമ്പോൾ ലോക്കസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പോയിന്റിനെ, ഏത് പോയിന്റിൻ്റെ ലോക്കസ് കണ്ടുപിടിക്കണോ അതിനെ നമ്മൾ h, k എന്നെടുക്കുക. എന്നിട്ട് ഈ സിറ്റുവേഷനിലുള്ള ആ കണ്ടീഷൻ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ എടുക്കുന്ന പോയിന്റ് പി എന്നിവിടെ കിടക്കുന്നുള്ള ഈ പോയിന്റ് ഞാൻ 6 എന്നെടുത്തു. ലോക്കസ് ഓഫ് 6 ആണ് എനിക്ക് വേണ്ടത്, HK ആണത്. ഇവിടെ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്ലിയർ. ബിക്കോസ് ഈ പിയും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ മിഡാണ് h, k. അപ്പോൾ 80² + 0 / 2 is equal to h. 280 + 0 / 2 is equal to k. ഇനിയും 2 ഇക്വേഷനായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കിതിനെ സിംഗിൾ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യണം. ഒറ്റ ഇക്വേഷൻ ഇൻവോൾവിങ് h ആൻഡ് k. എ എന്നുള്ളതൊരു ഫിക്സഡ് ക്വാണ്ടിറ്റിയാണ്. ടി എന്നുള്ള പാരാമീറ്ററാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എച്ചും കെയും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായി വരണമെങ്കിൽ തേർഡ് വേരിയബിളായ ടിയെ എലിമിനേറ്റ് ചെയ്യണം. ടി കാണാൻ പാടില്ല. 3 വേരിയബിൾ ഇക്വേഷൻ്റെ അകത്ത് വരാൻ പാടില്ല. ഇത് പ്ലെയിൻ ഇക്വേഷനാണ്, പ്ലെയിൻ ജോമെട്രിയാണ്. അപ്പം 2 വേരിയബിളേ പാടുള്ളൂ. എച്ചും കെയും മാത്രമുള്ള ഇക്വേഷനിലേക്ക് നമുക്കിതിനെ റെഡ്യൂസ് ചെയ്യാൻ ടി അങ്ങ് എലിമിനേറ്റ് ചെയ്താൽ മതി. ടി എലിമിനേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 280/2 = k. 2 × 2 വെട്ടിപ്പോയിട്ട് 80 = k വരും. അപ്പോൾ t = k/a വരും. ആ ആദ്യത്തെ ഇക്വേഷനകത്തോട്ട് കൊണ്ട് കൊടുത്താൽ t = k/a എടുത്ത ആദ്യത്തെ ഇക്വേഷനായ 80² = 2h കൊടുത്താൽ a × ടിയുടെ വാല്യൂ k² is equal to 2h എന്ന് വരും. അപ്പോൾ സംഗതിയൊക്കെ കഴിഞ്ഞല്ലോ. k² = 2ah. ഓക്കെ, ഈ കെയ്ക്ക് പൈയും എച്ചിന് എക്സ്, ഇതൊരു ഇനീഷ്യൽ കണ്ടീഷനാണ്. ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പം കെയ്ക്ക് വരും y² = 2ax. ഇതേ ആൻസർ വന്ന്
ഇതിനെ കണക്ട് ചെയ്ത് ഞാൻ പല ക്വസ്റ്റ്യനുകൾ പറഞ്ഞുതരാം. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചേ. എന്നാ പറഞ്ഞാൽ എനിക്ക് ഞാനത് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യിക്കുന്നത്. ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിക്കുന്നില്ല. ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനൊന്നും അല്ല ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് ആ ബേസിക് ഐഡിയ ഒന്ന് കണക്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ y² = 2ax കിട്ടിയ വിധം മനസ്സിലായോ? ഇനിയും ഈ ക്വസ്റ്റ്യനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. യു ഗോട്ട് ദിസ് ക്വസ്റ്റ്യൻ പ്രോപ്പർലി? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഇനിയും നമുക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ തരും. എങ്ങനെയാണെന്നറിയോ? ദ ലോക്കസ് ഓഫ് ദ പോയിൻറ്റ് വിച്ച് ഡിവൈഡ്സ് ദ കോഡ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഇൻ ദ റേഷ്യോ 2:3 എന്നോ 1:2 എന്നോ ഒക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കും. അങ്ങനെ മാറ്റി ചോദിക്കുന്ന അവസരങ്ങളിലൊക്കെ ഇത് ഞാൻ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ റേഷ്യോ ഇട്ടെങ്കിൽ ചെയ്തോണം. നമ്മൾ സെക്ഷൻ ഫോമുല യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും ഇല്ലേ? സെക്ഷൻ ഫോമുല യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയും ഇതുപോലെ തന്നെ ചിലപ്പം ഈ ഫോക്കസിൽ നിന്ന് ഈ ക്വസ്റ്റിനെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്ക് ഇങ്ങനെ കോഡ്സ് വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഉള്ള ഇക്വേഷൻ ഓഫ് ദി പാരാബോള, അതും ഒരു പാരാബോള തന്നെയാണ് ഉണ്ടാകുന്നത്. ഇക്വേഷൻ ഓഫ് ദി പാരാബോള ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ വന്നാലും നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്തോണം. ടേക്ക് ദ പോയിൻ്റ് ആസ് h, k ആൻഡ് ഇവാലുവേറ്റ് ദ കണ്ടീഷൻ ഗിവൺ ഇൻ ദറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്യാൻ യു ഫോളോ? പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, നൗ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നൗ ഓക്കെ ഫൈൻ. നൗ നെക്സ്റ്റ് വൺ. അടുത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി ഇത് പരാബോളയ്ക്കകത്ത് വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ പരാബോളയ്ക്കകത്ത് നിന്ന് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഏരിയ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് നിന്ന് കണക്ക് കൂട്ടാം അല്ലേ? അവിടെ നോക്കാം, നമുക്കിതിനെ വേണമെങ്കിൽ ചെയ്തതായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. Okay, then anyone of you got the answer for this one? Y² = 16x and x² = y and the area common for both of them. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ച് ചെയ്യുന്നതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനകത്ത് ചേർത്ത. ഓക്കെ, ഇത് നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. യു ക്യാൻ ഡ്രോ ദ ഫിഗർ ഫോർ ദിസ് വൺ. നമുക്ക് നല്ല ഒന്ന് രണ്ട് കുറച്ചുകൂടെ ഡെപ്ത് കൂടിയതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ആദ്യമേ ബേസിക് ഒന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ഇത് ഏരിയ കോമൺ ടു y² = 16x and x² = y. ഇത് പരാബോള തന്നെയല്ലേ? പരാബോള തന്നെയാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. വലത്തോട്ടിരിക്കുന്ന ഒരു പരാബോള.
മുകളിലോട്ടിരിക്കുന്ന ഒരു പാരാബോള. അത് തന്നെ ഏരിയ. നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടിക്കോട്ടെന്ന് കരുതി പറഞ്ഞത്. ഞാൻ പുറകെ വേറെ ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. ഈ ഏരിയ, യു റിമെമ്പർ ദ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഫോർ ഗെറ്റിംഗ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ 2 പാരാബോളസ്. 2 പാരാബോള. ക്വസ്റ്റ്യൻ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിനെ ഇതുവഴി ഒരു ലൈൻ അങ്ങ് കട്ട് ചെയ്യും ഇങ്ങനെ. എന്നിട്ട് ഇവിടുത്തെ ഒരു റേഷ്യോ പറയും, ഏരിയാസ് ആർ ഇൻ ദ റേഷ്യോ, അല്ലെങ്കിൽ ആ ലൈൻ ഡിവൈഡ്സ് ഏരിയ. അവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എത്രയാണ്? 16ab/3. ഓൾവേസ് ദ ആൻസർ ഈസ് ദിസ് വൺ. ദ ഏരിയ ഓഫ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ 2 പാരാബോളാസ് എന്ന് പറയുന്നത് 16ab/3 ആണ്. 16ab/3 എ വാല്യൂ ആദ്യത്തെ പരാബോളയ്ക്കാണ് 4ax 16 ഈസ് ഈക്വൽ ടു 4a. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. സോ a ഈസ് ഈക്വൽ ടു 4 and the other one 1 is equal to 4a. The value of a equal to 1/4. Put these values into this one. 16 into a value is 4 and b value is 1/4 അല്ലേ by 3. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആൻസറിനകത്ത് ഒത്തോ ആൻസർ എന്ത് സംഭവിച്ചു? 4 അല്ലേ കട്ട് ചെയ്ത് പോകത്തുള്ളൂ. സോ വാട്ട് ഈസ് യുവർ ആൻസർ ഫോർ ദിസ് വൺ? അങ്ങനെ പിന്നെ തെറ്റിയേ? 16/3 അല്ലേ വരണ്ടേ? 8/3 ആണല്ലോ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. ആണോ? 8/3 ആണോ? അല്ലേ? 16ab/3 ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് കേട്ടോ. 8/3 നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എവിടെയോ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് x² ഈക്വൽ ടു വൈയും y² ഈക്വൽ ടു വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് അവിടെ തന്നേക്കുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ആ ആൻസർ പറഞ്ഞത്? 8/3 ആൻസർ പറഞ്ഞത്. ഒരു കുഴപ്പമില്ല കേട്ടോ. എനിവേ നിങ്ങൾക്ക് അതിനോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഫൈൻ, ഗുഡ്. ഓക്കെ, അതുകൊണ്ടൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അതിനോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. നോ പ്രോബ്ലം. ഓക്കെ, നൗ ദ ആൻസർ ഈസ് 16/3 കേട്ടോ. ചിലപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് വരും. x² = y, y² = x. അപ്പോൾ 1/3 വരും. അത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഐ തിങ്ക് all of you can follow that one. That answer is 16/3 square units. Now next one. The angle made by the double ordinate of length 8a at the vertex of the parabola. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നിങ്ങൾ നോക്കിക്കേ, ഇതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ നോക്കിയേ. സിമ്പിൾ എന്നുള്ളത് ഒരു കൺസെപ്ച്വലാണ്. നമ്മൾ ആ കൺസെപ്റ്റിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് നോക്കിക്കേ ഇതിന് ആൻസർ കിട്ടുമോ ഇല്ലയോ എന്ന്. The angle made by the double ordinate of length 8a at the vertex of the parabola y² = 4ax is. ഡബിൾ ഓർഡിനേറ്റിൻ്റെ ലെങ്ത് 8a ആണ്. എന്തേ? 4a അല്ല, ഡബിൾ ഓർഡിനേറ്റിൻ്റെ ലെങ്ത് 8a ആണ്. കിട്ടുന്നുണ്ടോ? പരാബോള വരച്ചു. y² = 4ax തന്നെയാണ് പരാബോള. അപ്പോൾ A0 ഫോക്കസ് ആണ്. പക്ഷേ A0 വഴി പോകുന്ന ലൈനിന് നമുക്കറിയാം മേളിൽ 2a ആണ്, താഴെയും 2a ആണ്. കാരണം ടോട്ടൽ ലെങ്ത് 4a വരുള്ളൂ. അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ല ഞാൻ ചോദിച്ചത്. എ ഡബിൾ ഓർഡിനേറ്റ് ഓഫ് ലെങ്ത് 8a. ലെങ്ത് 8a. ലെങ്ത് 8a ഉള്ള ഒരു ഡബിൾ ഓർഡിനേറ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഇതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ക്യാൻ യു? എന്തേ? π/6 ചുരുങ്ങുകയാണോ മുന്നേ ചെയ്തേ? 8a ലെങ്ത് ഉള്ളത് 8a. അപ്പോൾ ഇത് 2a ലെങ്ത് ഉള്ളത് ഇവിടെയാണ്. 8a ലെങ്ത് ഉള്ളത് ഇങ്ങോട്ട് മാറിയല്ലേ വരുള്ളൂ. 8a ആകുമ്പോൾ മേളിൽ 4a ആയിരിക്കത്തില്ലേ,
താഴെയും 4a ആയിരിക്കത്തില്ലേ? അപ്പം നമുക്ക് ഈ നടുക്കത്തെ അങ്ങ് മായ്ച്ചു കളയാം. ഇത് ഏതായാലും നമുക്കിനി ഇവിടെ ആവശ്യമില്ല. അപ്പം ഇത് 8a ലെങ്ത് ഉള്ള ഒരു ഓർഡിനേറ്റ് ആണ്, ഒരു ലൈനാണ്. വിച്ച് സബ്ടെൻഡ് ആൻ ആംഗിൾ. വരച്ചത് നോക്കി പറയരുത്, തെറ്റായിരിക്കും ചിലപ്പോൾ ആൻസർ. എനിക്ക് വേണ്ടത് ഈ ആംഗിൾ ആയിരുന്നു. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് joining the end points of a double ordinate of length 8a at the vertex of the parabola. ഇത് 4a ആണ്, ഇവിടുത്തെ പൊക്കം 4a ആണ്. ഞാൻ ആ പറഞ്ഞത് അതിൻ്റെ ഹിൻ്റാണ്. y സ്ക്വയർ ഈക്വൽ ടു 4ax-നകത്ത് ഇവിടുത്തെ ലെങ്ത്ത്, ഈ ലെങ്ത്ത് 4a ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പരാബോളയിലുള്ള ഒരു പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് 4a ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? ക്യാൻ യു സേ വാട്ട് ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ്? അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ക്യാൻ യു സേ? വൈ സ്ക്വയർ ഈക്വൽ ടു 4ax-നകത്ത് y ഈക്വൽ ടു 4a ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരണ്ടേ? 16a സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് വന്നാൽ എന്ത് വരും? 4ഉം 16a സ്ക്വയറോടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 4a വരും. ഈസ് ഈക്വൽ ടു എക്സ്. സോ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4a. ഇത്രയും ലെങ്ത് 4a ആണ്. ദെൻ എനിബഡി ക്യാൻ സേ ദ ആംഗിൾ ദിസ് വൺ ആൻഡ് ആംഗിൾ ദിസ് വൺ and find the sum of that two angles. That will be the right answer of that question. Can you say? Can you say? Okay. Sneha, your answer is correct. Option 2, pi by 2. എന്തുകൊണ്ടാ? ഇവിടെ 4aയും ഇത് 4a ആണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ 4a by 4a. ടാൻ തീറ്റ 1 ആണെങ്കിൽ പിന്നെ ഈ ആംഗിൾ 45 അല്ലേ വരുള്ളൂ. ഈ ആംഗിൾ 45 ആണ്, ഈ ആംഗിളും 45 അല്ലേ വരുള്ളൂ. ടോട്ടൽ ആംഗിൾ എത്ര വരും? 45 + 45 എത്രയാ? 90 അല്ലേ വരുന്നത്. ഐ തിങ്ക് ഓൾ ഓഫ് യു ക്യാൻ ഫൈൻഡ് ദ ആൻസർ ഓഫ് ദിസ് വൺ. നമുക്ക് യൂസിങ് ദ കൺസെപ്റ്റ് ഏത് ഒരു പോയിന്റ് കിട്ടില്ല. ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വൈ കോർഡിനേറ്റ് ആണെന്ന് മനസ്സിലായാൽ മതി. ഓക്കെ, ചിലർക്ക് ഈ ഡബിൾ ഓർഡിനേറ്റ് എന്നുള്ള ടേമേ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. ഡബിൾ ഓർഡിനേറ്റ് ആകുമ്പം രണ്ട് സൈഡിലേക്കും അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കണം. ഡബിൾ ഇവിടെയുള്ള വാല്യൂ തന്നെ ഇവിടെ. അപ്പം നമുക്കതൊരു വൈ കോർഡിനേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. വൈ കോർഡിനേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും. ഓക്കെ, T1 T2 a chord is subtend 90 degree at the vertex. T1 T2 is -4 കേട്ടോ, അത് ശരിയാ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാം. എന്നാലും കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഓൾസോ യു ക്യാൻ ഫൈൻഡ് ദ ആൻസർ. അത് കറക്റ്റാണ് ആ പറഞ്ഞത് കേട്ടോ. T1 T2 -4 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നോ പ്രോബ്ലം ഫൈൻ. യെസ് നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ കാണുന്നുണ്ടത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഈ പാരാബോള ആയിട്ട് ഇതെല്ലാം ബേസിക്കലി കണക്റ്റഡ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഏതെങ്കിലും രീതിയിൽ പറയാം, ഏത് രീതി വേണമെങ്കിലും പറയാം കേട്ടോ. ഇനി ഉണ്ടായിരുന്നു നോർമൽ സബ്റ്റൻ. ഒരു പോയിൻ്റ് എടുത്തിട്ട് 2 പോയിൻ്റ് നോർമൽ കോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ എടുക്കുമായിരുന്നു. T1 T2 വേറെ വാല്യൂ എടുക്കണം. പക്ഷേ അതിപ്പം ഇനിയത്തെ സാഹചര്യത്തിൽ അത് വലിയ റിലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തത്. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 9 അല്ലേ ചെയ്തേ. ഈ ഫോക്കൽ കോഡിനെ പറ്റി വേറെയും കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് കഴിയുമ്പം പറഞ്ഞുതരാം. നമുക്ക് ആ ബേസിക് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കഴിയട്ടെ. ഇക്വേഷൻ ഇവിടെ ഒരു ഇക്വേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിക്കേ. പാരാബോളയുടെ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കിത് സ്വന്തമായിട്ട് എങ്ങനെയെന്ന് നോക്കിക്കേ. ഇത് പരാബോള തന്നെയാണോ? ദ ഇക്വേഷൻ y² + 4x + 4y + k = 0 റെപ്രസെൻറ്റ് എ പാരാബോള ഹുസ് ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റം. ഞാൻ ഈ ബേസിക്കിലേക്ക് കാര്യങ്ങൾ ചുരുക്കിയതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ പ്രാവശ്യം സിലബസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടാൻജൻ്റ് ആൻഡ് നോർമൽ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ കേട്ടു.
JEE Mainൻ്റെ അകത്ത്. അപ്പം കൂടുതൽ ബേസിക് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറേ സമയമുണ്ടെങ്കിൽ നമുക്കിനി അഡ്വാൻസ്ഡിലേക്ക് കടക്കാം. നോ പ്രോബ്ലം. Now, what is the answer of this one? The equation y square plus 4x plus 4y plus k is equal to 0 represent a parabola whose length of latus rectum is. അതിൻ്റെ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം എത്ര വരും? ഇതിനകത്ത് നിന്ന് എങ്ങനെ ലാറ്റസ് റെക്ടം കിട്ടുന്നത്? ക്യാൻ യു? നമ്മൾ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ ലാറ്റസ് റെക്ടത്തിലേക്ക് എത്തിക്കാം? എന്താണെന്ന് ഇതിന് സാറിന് സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു പരാബോള എഴുതിയാൽ y സ്ക്വയർ പ്ലസ് 4y എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? -4x - k എന്ന് വരും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ -4 ഇസ് ഈക്വൽ ടു -4x - k വരും. ദാറ്റ് ഈസ് y പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -4x - k പ്ലസ് 4 വരും. Now, ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാൽ y പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കൂട്ടി നമുക്ക് അങ്ങ് പുറത്തെടുക്കാം. എക്സിനെ ഫ്രീ ആക്കി ഇടാം. എക്സ് മൈനസ് അത് പ്ലസ് ആകും. പ്ലസ് കെ -4 ഡിവൈഡഡ് ബൈ 4. ഇതെങ്ങനെയാലും ഇരിക്കട്ടെ. നൗ ഇറ്റ് ഈസ് സിമിലർ ടു വൺ ഓഫ് അവർ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി പാരാബോള, ദാറ്റ് ഈസ് y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇവിടെ ഷിഫ്റ്റ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ പരാബോള ഷിഫ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ -2 ആണ് y കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4 - k/4 ആയിരിക്കും. എനിവേ അതൊന്നും ആയിട്ട് ഈ ലെങ്ത്തിന് പരാബോള എവിടെ പോയി നിന്നാലും അതിൻ്റെ ലെങ്ത്തുകൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പരാബോളയ്ക്ക് ഷിഫ്റ്റ് വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ലെങ്ത്ത് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരേ ഒരു പാരാമീറ്റർ ഈ ക്വസ്റ്റിൻ്റെ അകത്തുള്ളൂ. ആരാ ഉള്ളത്? വാട്ട് ഈസ് ദാറ്റ്? -4 അല്ലേ? -4ൻ്റെ സ്ഥാനത്ത് this is of the form y square equal to -4ax എന്നുള്ള ഫോമിൽ വരും. So what is the value of 4a here? That 4a is equal to 4. So which option is the right answer of this one? Option 4. ഞാൻ ഓർത്ത് നിങ്ങൾക്ക് അത് കിട്ടിക്കാണുമായിരിക്കുന്ന ഓർത്തത്. കിട്ടിയായിരുന്നോ? You got it? എങ്ങനെ കിട്ടിയായിരുന്നോ? 4 കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ, ഗുഡ്. ഞാൻ പരാബോളയുടെ ഒരു പ്രോപ്പർട്ടിയും കൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് എലിപ്സിൻ്റെ 2-3-4 ക്വസ്റ്റ്യൻ നോക്കാം. ഈ പരാബോളയ്ക്കകത്ത് നമുക്കെപ്പോഴും ഒരു സിറ്റുവേഷനിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെയും ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ്റെയും പ്രസൻസ് നമ്മൾ കാണപ്പെടുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെയും ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ്റെയും പ്രസൻസ് നമുക്ക് പരാബോളയിൽ കാണപ്പെടുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? ഏത് സാഹചര്യത്തിലാണ് അത് നമ്മൾ പറയുന്നതെന്നറിയാമോ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഈ തിയറി കൺസെപ്റ്റ് ആവശ്യം വന്നാൽ ഓർത്തോണം. എനി വൺ ഓഫ് യു കേൾക്കാമോ ഞാൻ പറയുന്നത്? നമ്മൾ ഒരു പാരാബോളയിലേക്ക് 2 ടാൻജൻസ് വരച്ചാൽ 81 സ്ക്വയർ 281, 82 സ്ക്വയർ 282. ഇത് ടാൻജൻറ്റ് 1, ഇത് ടാൻജൻറ്റ് 2. ഇതിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നതെന്നറിയാമോ? മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ ടാൻജൻസ് കേട്ടിട്ടുണ്ടോ? ഈ കൺസെപ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ. ഇതിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ ടാൻജൻസ് എന്ന് പറയുന്നത്
ഇതൊന്ന് വായിച്ച് നോക്കിയേ. ഒരു കോഡിൻ്റെ എൻ പോയിൻ്റ്, അതായത് 81 സ്ക്വയർ 281 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വന്ന് 82 സ്ക്വയർ 282 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളിലേക്ക് ഒരു രണ്ട് ടാൻജൻസ് വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ആ ടാൻജൻസിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് എപ്പോഴും കിടക്കുന്ന T1 A ഇൻറ്റു T1 പ്ലസ് T2. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ക്യാൻ യു? എന്തെങ്കിലും ഒരു റിലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇവരുടെ എക്സ് കോർഡിനേറ്റുകളെന്ന് നോക്കിക്കേ. സപ്പോസ് ഈ മീറ്റിംഗ് പോയിന്റിനെ PQR, ഈ ക്യൂവിൻ്റെ ആറിൻ്റെ പിയുടെയും കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റുകളെന്ന് നോക്കിക്കേ. എങ്ങനെയാണ് നിൽക്കുന്നത്? പിയുടെ എക്സ് കോർഡിനേറ്റ് 81 സ്ക്വയർ, ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 81 സ്ക്വയർ, ആറിൻ്റെ എക്സ് കോർഡിനേറ്റ് 82 സ്ക്വയർ. 81 സ്ക്വയർ 281, 82 സ്ക്വയർ 282. ഈ രണ്ട് കോർഡിനേറ്റ്സിൻ്റെ ജോമെട്രിക് മീൻ ആയിരിക്കും ഇത്. കണ്ടോ അല്ലേ? വാട്ട് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ടു പോയിൻറ്റ്സ് A and B? റൂട്ട് AB എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. റൂട്ട് ഓഫ് 81 സ്ക്വയർ 82 സ്ക്വയർ A സ്ക്വയർ T1 T2 സ്ക്വയർ. വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് ദാറ്റ് വൺ? T1 T2. ഇനി ഇവരുടെ y കോർഡിനേറ്റ് നോക്കിക്കുക എങ്ങനെയാണ് നിൽക്കുന്നത്. 2A T1 2A T2. 2A T1 2A T2 തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ എന്ന് എടുത്ത് നോക്കിയേ. 2A T1 പ്ലസ് 2A T2 ഡിവൈഡഡ് ബൈ 2 അല്ലേ? A പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. A പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എത്ര വരുന്നത്? 2A T1 പ്ലസ് 2A T2 ഡിവൈഡഡ് ബൈ 2. 2 ഇൻറ്റു A ഇൻറ്റു T1 പ്ലസ് T2. സോ y കോർഡിനേറ്റ്സ് 2A T1 A T1 പ്ലസ് T2 ആൻഡ് 2A T2 ഇവർ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും ആൻഡ് എക്സ് കോർഡിനേറ്റ് ജോമെട്രിക് പ്രോഗ്രഷനിലുമാണ് നിൽക്കുന്നത്. ഇത് എവിടെയെങ്കിലും നമുക്ക് ആവശ്യം വന്നെങ്കിൽ നിങ്ങളടുത്ത് യൂസ് ചെയ്തോണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, അരിത്തമെറ്റിക്കും ജോമെട്രിക് പ്രോഗ്രഷനും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു ഫോക്കൽ കോഡ് കൺസിഡർ ചെയ്യുക. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഫോക്കസിൽ കൂടെ പോകുന്ന ഒരു കോഡ്. സപ്പോസ് ഇത് S P Q SP ആൻഡ് SQ. ഓക്കെ, ഇവിടെ നമ്മൾ SP SQ ഈ ലെങ്ത് കണ്ടോ? ഈ രണ്ട് ലെങ്ത്, ഒരു SP ഉണ്ട് ഒരു SQ ഉണ്ട്. ഇതിൻ്റെ സെമി ലാറ്റസ് റെക്റ്റം ലെങ്ത് 2A. ഇവരെപ്പോഴും ഹാർമോണിക് പ്രോഗ്രഷനിലായിരിക്കും. സെമി ലാറ്റസ് റെക്റ്റം 2A ഈസ് ഈക്വൽ ടു സെമി ലാറ്റസ് റെക്റ്റം 2A ഈസ് ഈക്വൽ ടു ദ ഹാർമോണിക് മീൻ ബിറ്റ്വീൻ SP ആൻഡ് SQ. ഹാർമോണിക് മീൻ എടുക്കാൻ അറിയാവോ? എയുടെയും ബിയുടെയും ഹാർമോണിക് മീൻ എങ്ങനെ എടുക്കുന്നത്? 2AB 2 ഇൻറ്റു SP ഇൻറ്റു SQ ഡിവൈഡഡ് ബൈ SP പ്ലസ് SQ. വേണേ ഓർത്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രയോജനപ്പെട്ടേക്കും. അപ്പോൾ ഇവിടെ മൂന്ന് സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് അരിത്തമെറ്റിക് മീനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. 1/SP പ്ലസ് 1/SQ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കും. 1/SP പ്ലസ് 1/SQ ചോദിക്കും. ഇതിന് മാത്രമല്ല, സെമി ലാറ്റസ് റെക്റ്റം ഏത് ഫിഗറിൻ്റെ എടുത്താലും അത് എങ്ങനെയായിരിക്കും വരേണ്ടത്? സെമി ലാറ്റസ് റെക്റ്റം ഈസ് ദ ഹാർമോണിക് മീൻ ബിറ്റ്വീൻ SP ആൻഡ് SQ. ഇത് പരാബോള ആയിക്കോട്ടെ, എലിപ്സ് ആയിക്കോട്ടെ, ഹൈപ്പർബോള ആയിക്കോട്ടെ, എല്ലായിടത്തും ഇത് കറക്റ്റാണ്. അപ്പോൾ SP ഫോക്കൽ കോഡ് വരുമ്പോൾ ഫോക്കൽ കോഡിൻ്റെ ഈ രണ്ട് ലെങ്ത്തുകൾ SPയും SQയും സെമി ലാറ്റസ് റെക്റ്റം SP സെമി ലാറ്റസ് റെക്റ്റം SQ ഇവരെപ്പോഴും ഹാർമോണിക് പ്രോഗ്രഷനിലേ നിൽക്കത്തുള്ളൂ. സെമി ലാറ്റസ് റെക്റ്റം ഈ കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. സെമി ലാറ്റസ് റെക്റ്റം ഈസ് ദ ഹാർമോണിക് മീൻ ബിറ്റ്വീൻ SP ആൻഡ് SQ. SQ ഏതാണെന്ന് ഞാൻ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ 1/SP 1/SQ എന്നൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, ഞാനത് ഒരു കൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, നമുക്കിനി എലിപ്സിൻ്റെ 2-3 ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പരാബോള കുറേ എണ്ണം ചെയ്തല്ലോ. എലിപ്സിലേക്ക് കടക്കാം. സമയം അനുസരിച്ച് നമുക്ക് നോക്കാം. ദ ഇക്വേഷൻ 5x² + y² + y is equal to 8 represent
അപ്പം നിങ്ങൾ ആൻസർ ഇതിന് നേരെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്? ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ് വാട്ട്? ഓക്കെ, ഈ ഇക്വേഷൻ ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? ദ ഇക്വേഷൻ 5x² + y² + y = 8 റെപ്രസെൻറ്റ് എ പാരബോള, എ സർക്കിൾ, ഹൈപ്പർബോള ആൻഡ് എലിപ്സ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടാൽ നമുക്ക് പല രീതിയിൽ ഇത് ആരെ റെപ്രസെൻ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? Can you hear me properly? 5x² + y² ഇതിനകത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു പരാബോളയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്, ഒരു എലിപ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്, ഒരു ഹൈപ്പർബോളയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഇത് വേണമെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിലൊന്ന് നോക്കാം. ഇവിടെ 5x² ഉണ്ട്, അതിരിക്കട്ടെ. y² + y ഉണ്ട്. That is y plus half the whole square minus 1/4 എന്ന് എഴുതും. is equal to 8 എന്ന് വരും. Can we write it like this? 5x² plus y plus 1/2 the whole square minus 1/4 is equal to 8 എന്ന് എഴുതത്തില്ലേ? Now it is 5x² plus y plus 1/2 the whole square is equal to 8 plus 1/4 വരും. ഇതാരെ റെപ്രസെൻ്റ് ചെയ്യും? ദിസ് ഈസ്, ഇവിടെ ഈ കാൽക്കുലേഷൻ ചെയ്താൽ 33/4 എന്ന് വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 5x² / 33/4 plus y plus half the whole square divided by എത്ര വരുന്നത്? 33/4 is equal to 1. What is this equation represent? What is the standard form of an ellipse? We know it is x² by a² plus y² by b² is equal to 1. ഓക്കെ, ഇത് ഏകദേശം ആ ഫോമിലല്ല ഇരിക്കുന്നത്. ഏകദേശം അല്ല, എക്സാക്ട്ലി ആ ഫോമിലല്ല ഇരിക്കുന്നത്. എക്സാക്ട്ലി ആ ഫോമിലല്ല ഇരിക്കുന്നത് അല്ലേ? സോ വാട്ട് ഈസ് ദിസ് വൺ? ദിസ് വൺ റെപ്രസെൻ്റ് ആൻ എലിപ്സ്. ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, h² ഈസ് ലെസ് ദാൻ AB. കേട്ടിട്ടുണ്ടോ ഇത്? അത് ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് എയും ബിയും എച്ചും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. Where h is the coefficient of xy term, a is the coefficient of x² and b is the coefficient of y². h² is less than ab ആയിരിക്കും. അതിന് വേറെ കണ്ടീഷനും ഉണ്ട്, നമുക്ക് ആ കണ്ടീഷനിലേക്ക് കടന്നില്ല എന്നേ ഉള്ളൂ. Can you follow? ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞേ? ഓക്കെ, ഓപ്ഷൻ 1 ആൻസർ കേട്ടോ. ഓപ്ഷൻ 1 തന്നെയാണ് ആൻസർ. ഞാനതൊരു സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് മുമ്പത്തെ ഇല്ലാത്ത ഒരു ആസ്പെക്റ്റ് എലിപ്സിനകത്ത് കൂടുതലുണ്ട്. നമ്മൾ പരാബോളയ്ക്കകത്ത് വേർട്ടെക്സും ഫോക്കസും ഒക്കെ പറയുന്ന പോലെ തന്നെ എലിപ്സിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് ഒരു കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സെൻറ്റർ ഉണ്ട്. പരാബോളയ്ക്ക് പക്ഷേ സെൻറ്റർ ഇല്ലായിരുന്നു, ഫിഗറിന് സെൻറ്റർ ഇല്ലായിരുന്നു, അതിന് വേർട്ടെക്സേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയുടെ സ്റ്റാൻഡേർഡ് എലിപ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ 0 അല്ലേ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് അല്ലാത്ത എലിപ്സിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നേക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് A0 ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ലാറ്റസ്റ്റ് റെക്റ്റം അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 2AB ആണ്. ഏറ്റവും വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നറിയാമോ? ട്രയാങ്കിളിൻ്റെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാണ്. അപ്പം ഞാനിവിടെ ചോദിച്ചത് ഈ സർക്കിളിന് അല്ല ഈ എലിപ്സിന് ഒരു സെൻറ്റർ ഉണ്ട്. ഈ സെൻറ്റർ നമുക്ക് സാധാരണ ഇക്വേഷൻ x² by a² plus y² by b² is equal to 1 ആണെങ്കിൽ സെൻറ്റർ നമുക്ക് 0 ആണ്. ഇനിയും x minus h the whole square by a² plus y minus k the whole square by b² is equal to 1 ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ്?
എച്ച് കൊമ കെ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് ദ സെൻറ്റർ ഓഫ് ദി എലിപ്സ് 4x² + y² - 8x + 4y - 8 = 0. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. സെൻറ്റർ കിട്ടിയോ? ആരും പറയുന്നില്ല. എന്തേ മടുത്തു പോയോ? അപ്പം നമ്മൾ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിൽ കൂടുതൽ മടുക്കില്ലായിരുന്നു. എനി ആൻസർ ഫോർ ദിസ് വൺ? എനിബഡി ഗോട്ട് എനി ആൻസർ ഫോർ ദിസ് വൺ? സെൻറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിതിനെ ഇങ്ങനെ ആക്കിയിടണം. x - h² / a² + y - k² / b² = 1 ഫോമിലാക്കി ഇടണം. അല്ലാതെ ഒരു മെത്തേഡ് ഇവിടെ ഉണ്ട്, അല്ലാതെ ഒരു ഭാഗമുണ്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത ഒരു മെത്തേഡുണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കല്ലാത്ത ഒരു മെത്തേഡൂടെ നമുക്ക് നോക്കാം. ഒരു മെത്തേഡൂടെ ഉണ്ട്. എങ്ങനെ നടക്കുമോ? വല്ലതും കിട്ടിയോ? എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സമയമില്ല, അതുകൊണ്ട് നമുക്കത് പറഞ്ഞു വിടാം. ഈ ഇക്വേഷനെ നമ്മൾ 4x² 8x കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ∂f/∂x = 0, ∂f/∂y = 0. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എടുത്താൽ മതി. എപ്പോഴും ഏത് ഫിഗറിൻ്റെ സെൻറ്റർ കിട്ടും, സെൻറ്റർ ഉള്ള ഫിഗർ ആണെങ്കിൽ. ഇപ്പോൾ സെൻറ്റർ ഉള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എലിപ്സിന് സെൻറ്ററുണ്ട്, സർക്കിളിന് സെൻറ്ററുണ്ട്, ഹൈപ്പർബോളയ്ക്ക് സെൻറ്ററുണ്ട്. പരാബോളയ്ക്ക് സെൻറ്റർ നോക്കി നടക്കണ്ട, സർക്കിളിനും സെൻറ്ററുണ്ട്. ആരുടെയും സെൻറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം? ∂f/∂x = 0 ആൻഡ് 1. x = 1 ഉള്ളതുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അത് കഴിയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ∂f/∂x = 0. അടുത്തത് ∂f/∂y = 0 ഇട്ടെ. എത്ര വരും? 2y. y² ഡിഫറൻഷിയേറ്റ് ചെയ്തു. x എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. 4y ഡിഫറൻഷിയേറ്റ് ചെയ്തു. 2y + 4 = 0. സിംപ്ലിഫൈങ് y = എത്ര വരും? -2. എനിബഡി ഗോട്ട് ദിസ് കൺസെപ്റ്റ്? x = 1 and y = -2. 1 - 2 is the right answer of this one. How many of you got? ആർക്കെങ്കിലും കിട്ടിയോ? ആരെങ്കിലും ചെയ്തോ? സെൻറ്റർ അല്ലേ ചോദിച്ചുള്ളൂ അല്ലേ? യെസ്. ആർക്കും കിട്ടിയതായിട്ട് പറയുന്നില്ല അല്ലേ? ആ, ഇപ്പോഴേ കിട്ടിയല്ലോ. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളിനി ഓർത്തോ. ഇനി സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ നേരത്തും എലിപ്സിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ നേരത്തും ഹൈപ്പർബോളയുടെ സെൻറ്റർ കണ്ടുപിടിക്കാൻ നേരം എല്ലാം ഈ കൺസെപ്റ്റ് എടുത്ത് അങ്ങ് യൂസ് ചെയ്താൽ മതി. ഏത് കൺസെപ്റ്റ്? എളുപ്പം ഇതാ. ∂f/∂x = 0 and ∂f/∂y = 0. Is it clear? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത് JEE മെയിനിലാകാം. നമുക്ക് അടുത്തത് നോക്കാം. മെയിൻ തന്നെ ഇത് പറ. The eccentricity of the ellipse having center at origin and axis along the coordinate axis passing through the point 4 - 1 and -2. ഇത് JEE Main തന്നെ. നോക്കിക്കോ, ഇതൊരു JEE Main ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ആ പ്രീവിയസ് ഇയർ നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കിടപ്പുണ്ടാവും ഇത്. ഓക്കെ, ഇതൊന്ന് നോക്കിക്കേ. ഇതൊരു JEE Main തന്നെയാണ്. The eccentricity of an ellipse having center at origin and the axis along the coordinate axis and passing through the points 4 - 1 and -1, 2.
ഓക്കെ, എന്തെങ്കിലും നടക്കുമോ നോക്കാം, ഇതിൻ്റെ അകത്ത് നടക്കുമോ നോക്കാം. നടക്കുമോ? ദ എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ്. എക്സെൻട്രിസിറ്റി ഉള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ആ ജെ മെയിനകത്ത് കിടപ്പുണ്ടാവും ഇല്ലേ? ഇവിടെ തന്നേക്കുന്ന കണ്ടീഷൻ ഇറ്റ് പാസസ് ടു ദ പോയിൻറ്റ് 4-1 ആൻഡ് -2 ആണ്. നമുക്ക് എക്സെൻട്രിസിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ ജെ മെയിൻ തന്നെയാണ്. എങ്ങനെയാ ചെയ്യുന്നുണ്ടോ? നടക്കുമോ? നമുക്കറിയാമല്ലോ x² / a² + y² / b² is equal to 1. ഇതാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദിസ് വൺ? ഈസ് ഈക്വൽ ടു a² - b² ഡിവൈഡഡ് ബൈ a² റൂട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ റൂട്ട് ഓഫ് 1 - b² / a² എന്ന് എഴുതാം. ഇത്ര ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കി ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പം ഇതിനിട്ടൊന്ന് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ബാക്കി നമുക്കൊന്ന് ചെയ്യാവുന്ന നോക്കാം. ഇവിടെ 4 - 1ഉം -2 ഇവിടുത്തെ കിടക്കുന്ന പോയിൻറ്റ്സ് തന്നെയാണേ. അപ്പം നമുക്ക് ആദ്യമേ എങ്ങനെ എഴുതാം? 4 - 1 16/a² + 1/b² is equal to 1. അടുത്ത എങ്ങനെ വരുന്നത്? 4/b² പ്ലസ് എത്ര വരുന്നത്? 2. 4/a² 4/b² is equal to 1. രണ്ട് ഇക്വേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സെൻട്രിസിറ്റി കിട്ടിയെന്ന് നോക്കിക്കേ. എന്തേ, എനി ചാൻസ്? നോക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 1, എനിക്ക് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ബേസിക്കലി ഐ ഷുഡ് ഗെറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എ. ദ എക്സെൻട്രിസിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, ഈ ബിയും എയും തമ്മിലൊരു കണക്ഷൻ കിട്ടിയാൽ മതി. ബിയും എയും തമ്മിലൊരു കണക്ഷൻ കിട്ടാനായിട്ട് ഒരു പാടുമില്ല. നോക്കിക്കേ, ഇവിടെ ബിയും എയും തമ്മിലുള്ള കണക്ഷൻ കിട്ടാനായിട്ട് ഇതൊന്നും സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇക്വേഷൻ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ 1/a² ഇൻറ്റു 16 - 4 12 പ്ലസ് 1/b² ഇൻറ്റു 1 - 4 -3 അല്ലേ? 1 - 4 is equal to 0. So 1/a² 12/a² is equal to 3/b². What is b² by a²? ഇവിടെ നമുക്ക് 4 വരും. b² by a² is എത്രയാണ് വന്നത്? 1/4 വരും. b² by a² is 1/4 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് അങ്ങ് ഇട്ട് കൊടുത്ത് നോക്കിയാൽ പോരെ. സോ ദ വാല്യൂ ഓഫ് ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - എത്രയാണ്? b² by a²? 1/4. ഇപ്പോൾ എത്ര വരും? 4 - 1 റൂട്ട് ഓഫ് 3/4. ആൻസർ √3 ഡിവൈഡഡ് ബൈ 2. എനി വൺ ഓഫ് യു ഗോട്ട് ദ ആൻസർ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയിരുന്നു? Anyone of you got the answer for this one? കിട്ടിയോ? അല്ല, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആരും സംസാരിക്കുന്നില്ല. നെക്സ്റ്റ് വൺ. See this one,
The area of a contralateral is inscribed in the ellipse whose eccentricity is 3 by 5 and the distance between the foci is 6. And the vertices of the contralateral is at the vertices of the ellipse. ഇതൊന്ന് നോക്കിക്കേ എങ്ങനെ ഇരിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. The area of the contralateral inscribed in an ellipse whose eccentricity is 3 by 5 and the distance between the foci is 6 and the vertices of the contralateral is at the vertex of the ellipse. എന്തെങ്കിലും നടക്കുമോ? നോക്കുന്നുണ്ടോ? നോക്കിക്കോളൂ. There is an ellipse and whose eccentricity is equal to 3 by 5 and the distance between the foci is 6. What is the distance between the foci of the ellipse? ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, S ഡാഷ്. ഇങ്ങോട്ട് AE ആണ്, ഇങ്ങോട്ടും AE ആണ്, രണ്ട് ഡയറക്ഷനിൽ. സോ 2AE is equal to 6 and 2 into A into the value of E is 3 by 5 which is equal to 6. So the value of A equal to എത്ര വരും? 5. The value of A is obtained. Now we have to find the value of B. എന്നാലേ എലിപ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. B square is equal to A square into 1 minus E square. ഇതല്ല B square ഫോർമുല. So what is the value of B square? B square is equal to A square 25 into 1 minus E square. എത്ര വരും? 9 divided by 25. So simplifying 25 will be cancelled. 25 minus 9 എത്ര വരുന്നത്? 16. B square equal to 16. So the equation of the ellipse can be x square by 25 plus y square divided by 16 is equal to 1. Is it clear? Now നമുക്ക് വേണ്ടത് ഒരു കോൺട്രലാറ്ററലാണ്. കോൺട്രലാറ്ററൽ വേർട്ടെക്സ് എവിടെ ഇരിക്കുന്നത്? വേർട്ടെക്സ് ആർ ദ വേർട്ടെക്സ് ഓഫ് ദി എലിപ്സ് തന്നെയാണ്. എലിപ്സിൻ്റെ വേർട്ടെക്സിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരുന്നത്? 5 അല്ലേ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ദിസ് ഈസ് A0 വി നോ ആൻഡ് ദിസ് വൺ ഈസ് 0B. സോ ദിസ് ഈസ് 4. എത്ര വരും? ഈ ഏരിയ ഓഫ് കോൺട്രലാറ്ററൽ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഇൻറ്റു 4. ഏരിയ ഇൻറ്റു ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഇൻറ്റു 4 എത്ര വരും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് 20 by 10. 20 by ഇതെത്ര വരുന്നത്? ഹാഫ് ഇൻറ്റു 5 into 4 is equal to എത്ര വരുന്നത്? 10 വരും. 10 into 1 2 3 4. So what is the right answer of this one? 40 is the right answer of this one. ആർക്കെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. I think I didn't get any answer from you. Okay. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. B is the extremity of the minor axis of the ellipse whose foci are at S and S dash and SB/S dash is right angle. Then what is the eccentricity? Eccentricity റിലേറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യനുകളും ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിയോ, ഇഷ്ടം പോലെ അടുത്ത എക്സെൻട്രിസിറ്റിയുടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ സംഭവിച്ച എന്താണെന്ന് നോക്കിയേ. There is an ellipse and one of the extremity B and B dash A and A dash and S dash are the foci. SB/S dash is എത്രയാണ്? റൈറ്റ് ആംഗിൾഡ് ആണ്. This is right angle triangle. Can you find the eccentricity of this one? What is the eccentricity of this one? Okay,
കേൾക്കുന്നുണ്ടല്ലോ? Now this is AE and this one is B and the total angle is for എത്രയാണ് പറഞ്ഞ right angle. So this angle is 45 degree and this is also 45 degree. Now this is 90 degree. So this is an isosceles triangle. So B is equal to AE. എപ്പോഴും എക്സെൻട്രിസിറ്റിയുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു കണക്ഷൻ തന്നിട്ടുണ്ടാവും. ആ കണക്ഷനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതിയാവും, നമുക്ക് ആൻസറിലേക്ക് കിട്ടും, നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. സോ സിംപ്ലി സ്ക്വയറിങ് ദിസ് വൺ, ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇ സ്ക്വയർ ആണല്ലോ. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇ സ്ക്വയർ. So b square equal to, what is the basic formula connecting b square a square? b square equal to a square into 1 minus e square. So this b square can be written as a square into 1 minus e square, that is a square e square. Now after cancelling that a square, the value of that one is directly obtained. E square e square, 1 minus e square equal to e square. So 1 is equal to 2e square. So the value of e square is equal to 1 by 2. So E is equal to 1 by root 2. This is standard question. The eccentricity of an ellipse whose SBS dash S and S dash subtend an angle 90 degree at one end of the minor axis. Okay. Can you follow? Got that concept? Okay, next one. അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 16th one. The distance between the foci of an ellipse is half of the length of the lattice rectum, then the eccentricity of the ellipse. Again another question related to eccentricity. Eccentricity, the distance between the foci 2AE is the half of the length of lattice rectum. Half of length of lattice rectum, b square divided by A. Can you find the eccentricity of this one? Eccentricity direct ഇവിടുന്ന് കിട്ടില്ലേ? നോക്കിക്കേ, കിട്ടുമോ നോക്കിയേ. Anyone of you, can you obtain the eccentricity from this equation? And similarly you cross multiply this one, 2a square e equal to b square. Okay. And 2a square e equal to b square is equal to a square into 1 minus c square. A square cancelled and you can write 2e equals 1 minus c square. Now e square plus 2e minus 1 is equal to 0. എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി. എന്തിൽ? എക്സെൻട്രിസിറ്റിയിൽ ഒരു ഇക്വേഷൻ കിട്ടി. എക്സെൻട്രിസിറ്റിയിലെ ഇക്വേഷനകത്ത് നോക്കിയാൽ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ഇ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ഇ അങ്ങ് സോൾവ് ചെയ്താൽ മതി. സോ ദ വാല്യൂ ഓഫ് ഇ ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 4 minus 4ac plus 4 divided by 2, that is -2 plus or minus 2 root 2 divided by 2, that is -2 cancelled and -1 plus or minus root 2. ഇതിലിപ്പോൾ ഏതെടുക്കാം? -1 പ്ലസ് റൂട്ട് 2 ഉണ്ട്, -1 മൈനസ് റൂട്ട് 2 ഉണ്ട്. എക്സെൻട്രിസിറ്റി ഈസ് ലെസ് ദാൻ 1 ആയിരിക്കണം. ആൻഡ് എക്സെൻട്രിസിറ്റി ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യാറില്ലല്ലോ, ഉണ്ടോ? എക്സെൻട്രിസിറ്റി എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. സോ വാട്ട് ഈസ് ആൻസർ ദെൻ? റൂട്ട് 2 minus 1. The answer is root 2 minus 1. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, ചിലർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ദ പോയിന്റ്, ഇതൊരു വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ലല്ലോ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ല. ദ പോയിന്റ് പി എക്സ് കോമ വൈ മൂവ്സ് അലോങ് ദ എലിപ്സ്
and C is the center of the ellipse and S and S dash are the foci, then SP plus S dash P is equal to S and S dash. P is a point. നിങ്ങൾ പഠിച്ച ബേസിക് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് P മൂവ് ചെയ്താൽ എസ് പി പ്ലസ് എസ് ഡാഷ് പി എപ്പോഴും കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ. ഞാനതൊരു ബേസിക് ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, അതിൻ്റെ തിയറി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ജെയുടെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. What is the answer of this one? Got it? എപ്പോഴും ഒരു എലിപ്സിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എലിപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ലോക്കസ് ഓഫ് എ പോയിന്റ് വിച്ച് മൂവ്സ് ഇൻ എ പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. സം ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. എസിൽ നിന്നും എസ് ഡാഷിൽ നിന്നും ഒരേ സം ഓഫ് ദ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് സം ഓഫ് ദ ഡിസ്റ്റൻസ് ഒരേ അകലത്തിൽ മൂവ് ചെയ്യുന്ന പോയിന്റുകളുടെ കളക്ഷൻ അല്ലേ എലിപ്സ് എന്ന് പറയുന്നത്. സോ the formula is SP plus S dash P is equal to 2A. The value of A here it is 3. 2A is equal to 6. The right answer of this one is option 1. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The distance between the foci of the conic, ഇതൊരു കോണിക് ആണോ? X is equal to 8 sec theta and Y equal to 6 tan theta. Is it a conic? You know? X is equal to 8 sec theta and Y is equal to 6 tan theta. The distance between the foci of a conic. And ഇതൊരു കോണിക് ആണെങ്കിൽ ഇത് ഏത് കോണിക്കാണ്? ഇത് ആ കോണിക്കിൻ്റെ ഇക്വേഷൻ ആരാണ്? ആ കോണിക്കിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ട് അതിൻ്റെ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ എടുക്കാം. എക്സ് ആൻഡ് വൈ ആർ പാരാമെട്രിക്കലി ഗിവൻ ആസ് എക്സ് ഇസ് ഈക്വൽ ടു 8 sec theta ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 6 tan theta. ഏതാണ് കിട്ടാൻ സാധ്യതയുണ്ടോ? To connect the two equations involving parametric coordinates, let us eliminate the third variable from this one. ഇതിനകത്തുള്ള തേർഡ് വേരിയബിൾ അങ്ങ് എലിമിനേറ്റ് ചെയ്താൽ മതി. ഇതിനകത്തുള്ള തേർഡ് വേരിയബിൾ തീറ്റ ആണ്. തീറ്റ എലിമിനേറ്റ് ചെയ്താൽ എക്സ് ബൈ 8 ഇസ് ഈക്വൽ ടു സിക് തീറ്റ നമുക്ക് കിട്ടും. വൈ ബൈ 6 ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും. നമുക്ക് ഇവർ തമ്മിൽ കണക്ട് ചെയ്താൽ 6 സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഈസ് 1 ആണ്. എക്സ് സ്ക്വയർ ബൈ 64 അല്ലേ, മൈനസ് വൈ സ്ക്വയർ ബൈ എത്ര വരുന്നത് 36 is equal to 1. What is this curve? Definitely it is a hyperbola. A value എത്രയാണ്? A square എത്രയാണ്? 64. B square എത്രയാണ്? 36. So what is the value of E? നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ ഓഫ് ദി ഹൈപ്പർബോള ആണെങ്കിലും നമ്മുടെ ഫോർമുല എന്താണ്? 2AE തന്നെയാണ്. 2AE അല്ലേ? 2AE ആണെങ്കിൽ എയും ഇയും നമുക്ക് ഇ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇയുടെ ഫോർമുല ഏതാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഹൈപ്പർബോള. ദ എക്സ് ടേം ആണ് ഫസ്റ്റ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പം ഇത് ഫസ്റ്റ് ടൈപ്പാണ്, കോഞ്ചുഗേറ്റ് അല്ല. അതിൻ്റെ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല ഇ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. ഇവിടെ എത്ര വരുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ റൂട്ട് ഓഫ് 64 പ്ലസ് 36. 100 divided by 64, that is equal to 10 divided by 8 അല്ലേ. Now the value of E is equal to 10 by 8. So AE is equal to A എത്രയായിരുന്നു? 8. 2AE equal to 2 into 8 into 10 by 8. So what is the answer? 20 is the answer of this one. Which option is the right answer? Option 2 is the right answer of this one. Okay. Okay. Next one, ഒരു previous question ആണ്, നോക്കിക്കോളൂ. 20th one.
the foci of an ellipse and x square by 144 minus 1 y square divided by 25 equal to 1 by 13 coincides, then the value of b square. നമുക്ക് വാല്യൂ ഓഫ് ബി സ്ക്വയർ ആണ് കിട്ടേണ്ടത്. ഓക്കെ, 20യുടെ ആണോ ആൻസർ പറഞ്ഞേ സ്നേഹ? അതോ പ്രീവിയസ് വണ്ണിൻ്റെ ആണോ? പ്രീവിയസ് വണ്ണിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫോസൈ ഓഫ് ആൻ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് x square by 25 plus y square by b square equal to 1 and x square by 144 minus y square by 25 is equal to 1 by 13 coincide. ഒരു എലിപ്സിൻ്റെയും ഒരു എലിപ്സിൻ്റെയും ഒരു ഹൈപ്പർബോളയുടെയും രണ്ട് പേർക്കും സെയിം ഫോക്കസ് ആണുള്ളത്. കോൺഫോക്കലാണ്. കോൺഫോക്കൽ. ഓക്കെ, കോൺഫോക്കൽ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ബി സ്ക്വയർ ആണ്. ഇതിനകത്ത് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 144 മൈനസ് വൈ സ്ക്വയർ ബൈ 25 ഈസ് ഈക്വൽ ടു 1 ബൈ 13 തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, നോക്കിക്കേ നടക്കുമെന്ന്. ഒരാളുടെ ഫോക്കസ് നമുക്കിവിടെ രണ്ട് പേർക്ക് സെയിം ഫോക്കസ് അല്ലേ, കോയിൻസൈഡാണ്. അപ്പം നമുക്ക് ഒരാളുടെ ഫോക്കസ് കണ്ടുപിടിച്ച് അതിൻ്റെ കോർഡിനേറ്റ്സ് വെച്ച് മറ്റൊരാളുടെ അൺനോൺ വാല്യൂ ഉള്ള ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കേണ്ടത്? ഫോക്കസ് ഹൈപ്പർബോളയുടെ ഫോക്കസ് സ്റ്റാൻഡേർഡ് തന്നെയാണ് AE0 ആണ്. AE0ക്കകത്ത് ഇവിടെ എ വാല്യൂ, പക്ഷേ ഇവിടെ കിടക്കുന്ന 1 by 13 ആണ്. സോ ദാറ്റ് ഈസ് എ സ്ക്വയർ എന്ന് പറയുന്ന 144 by 13 ആണ്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 by 13 ആണ്. പക്ഷേ ഈ കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോമുല ആരാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ വരുമ്പോൾ ഈ 13 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാത്തിനകത്തും 30 ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 144 പ്ലസ് 25 divided by a square, 144. Am I correct? Now the value of E is root of 169 divided by 144. എത്ര വരും? 13 divided by 12 അല്ലേ? The value of E equal to a square plus b square by a square ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 13 by 12 ആണ്. നൗ നമുക്ക് AE0 എടുക്കണം. എ എത്രയാണ്? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 by 13 ആണ്. അപ്പം നമുക്ക് AE എടുക്കുമ്പോൾ എത്ര വരും? AE is equal to A 12 by root 13 into 13 divided by 12. 12 cancel and root 13 കിട്ടും. Now the foci of this one is root 13,0. Okay, ഒരാളുടെ ഫോക്കസ് കിട്ടി. ഓക്കെ, ഒരാളുടെ ഫോക്കസ് കിട്ടി. ഇനി നമുക്ക് മറ്റേ ഫോക്കസിലേക്ക് പോകാം. മറ്റേ ഫോക്കസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? അവിടെ AE0 തന്നെയാണ്, ബിക്കോസ് അത് എലിപ്സ് തന്നെയാണ് അല്ലേ? എലിപ്സിൻ്റെ ഫോക്കസ് ആണ്. എലിപ്സിൻ്റെ ഫോക്കസ് നമുക്ക് AE0 തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ E എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ E വാല്യൂ ഈസ് റൂട്ട് ഓഫ് 25 മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 25. അതല്ല ഈ വാല്യൂ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ് തന്നെയാണ്. അപ്പോൾ E ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. വാട്ട് ഈസ് AE0 ഓഫ് ദിസ് വൺ? ഇതിൻ്റെ AE0 ആര് വരും? ഇതിൻ്റെ AE0 ദ എ വാല്യൂ ഈസ് എ സ്ക്വയർ ഈസ് 25 ആയതുകൊണ്ട് AE0 ഈസ് 5 ഇൻറ്റു റൂട്ട് ഓഫ് 25 മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 5,0. 5 അങ്ങ് വെട്ടിപ്പോയി. ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കിക്കേ. ഇവിടുത്തെ റൂട്ട് 13,0 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് ബി സ്ക്വയർ 0. ഇവർ രണ്ടുപേരും സെയിം ആണ്, കോംഫോക്കലാണ്. അപ്പം ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ?
root 13 comma 0 is equal to root 25 minus b square comma 0. What is the right answer of that one? b square. ഞാൻ ചോദിച്ച b അല്ല, the value of b square ആണ് ചോദിച്ചത്. ചെയ്തിട്ടുള്ളവർ എത്രയാണെന്ന് പറയും. Answer. What is the right answer of this one? Okay, the answer is b square is equal to, ഇവിടെ root 13 0 is equal to root of 25 minus b square ആണെങ്കിൽ the value of b square is equal to 12 ആയിരിക്കും. The value of b square is equal to 12. Okay, ആൻസർ കിട്ടിയ ആൾക്കാരുണ്ട്. ഫൈൻ, ഗുഡ്. ഓക്കെ, ഞാൻ കണ്ടു, ആൻസർ ഞാൻ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു വലിയ ഡിഫിക്കൽട്ടി അല്ലാന്ന് തോന്നുന്നു. E1 and E2 are the eccentricity of the hyperbola and its conjugate. Then 1 by E1 square plus 1 by E2 square. 1 by E1 square plus 1 by E2 square. Conjugate hyperbola standard എങ്ങനെ എഴുതുന്നത്? x square by a square minus y square by b square equal to 1. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് ഓർത്താൽ മതി, ചെറിയ എക്സാമിന് വരാനുണ്ട്. അടുത്തത് y square by b square minus x square by a square is equal to 1. What is the eccentricity of the first one? A square plus b square by a square. Okay, E1 square. E2 square എത്രയാണ് വരുന്നത്? A square plus b square divided by b square. So what is the value? 1 by E1 square plus 1 by E2 square. എങ്ങനെ വരും? 1 by E1 square ആകുമ്പോൾ a square by a square plus b square വരും. രണ്ടാമത്തത് b square by a square plus b square വരും. So what is the answer then? A square plus b square by a square plus b square. The answer is 1. It is a standard result. 1 by E1 square plus 1 by E2 square is equal to 1. Okay. Next one. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The eccentricity of the hyperbola we should get. Its length of lattice rectum is 8 and the length of conjugate axis is equal to half of the distance between foci. ഇത് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് നിങ്ങൾ ചെയ്തെടുത്തോളൂ. Length of the conjugate axis to be which is equal to the distance between foci. AE. ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ടു ബി ഈസ് ഈക്വൽ ടു എ ഇ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് 4b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇ സ്ക്വയർ വരും. അപ്പോൾ 4 ഇൻറ്റു ബി സ്ക്വയറിന് പകരം എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1 എടുക്കുക. ഇവിടെ ഒരു എ സ്ക്വയർ ഇ സ്ക്വയർ വരും അല്ലേ? എ സ്ക്വയർ അങ്ങ് കട്ട് ചെയ്ത് പോവും. 4e സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ വരും. 3e സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 വരും. E square equal to 2 by root 3. Anybody can find the answer of this one. ഇതിനു വേണ്ടി നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മളൊന്ന് നോക്കിയാൽ ഇതൊരു question, equation of a conic whose vertices 0 plus or minus 15 and 0 plus or minus 20. The equation of a conic whose vertices are at plus 0 comma plus or minus 15 and foci are at 0 comma plus or minus 20. Can you do this? Simple question ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ആരുടെ ആണ് ഈ വേർട്ടെക്സും ഫോക്കസും എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കോണിക് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കോണിക്കിൻ്റെ വേർട്ടെക്സ് കിടക്കുന്നത് 0 കോമ പ്ലസ് ഓർ മൈനസ് 15 ആണ്.
ഫോഴ്സ് കിടക്കുന്നത് ഇവിടെ +15 ഇട്ടാൽ മതി, ഒരു സൈഡിൽ എഴുതുന്നുള്ളൂ. 0,+20 ആണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് വേർട്ടെക്സും ഇത് ഫോക്കസുമാണ്. ഇത് ആരുടെ ആയിരിക്കും? വേർട്ടെക്സിൻ്റെ വാല്യൂ കൂടുതൽ. വേർട്ടെക്സ് ഫോക്കസ് എപ്പോഴും ഈ പറയുന്ന കോണിക്കിനെ കവർ ചെയ്തല്ലേ നിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ അത് മനസ്സിലാകാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. വേർട്ടെക്സിൻ്റെ വാല്യൂവിനെ കാട്ടി കൂടുതലായിരിക്കും കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് 0,+or-15, മറ്റേത് 0,20. അപ്പോൾ 20 എന്നുള്ള വാല്യൂ ഈ വേർട്ടെക്സിനെ കാട്ടി കൂടുതൽ. അപ്പം ഇത് ഹാപ്പൻ ചെയ്യുന്നത് ആർക്ക് മാത്രമാണ്? ഇത് ഹൈപ്പർബോളയുടെ ഒരു കൺസെപ്റ്റാണ് അല്ലേ? ഹൈപ്പർബോളയുടെ ഒരു കൺസെപ്റ്റാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയും ബാക്കിയൊന്നും ചെയ്യാനില്ല. ഹൈപ്പർബോള ആണെന്ന് മനസ്സിലായാൽ മതി. A is equal to 15 വരും. അപ്പോൾ ഇത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർബോള ആയതുകൊണ്ട് ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നത്. നമുക്കിതിനെ B എന്നെടുക്കാം. B is equal to 15 വരും. BE is equal to 20 വരും. അപ്പോൾ E equal to 20/15 വരും. എത്ര വരും? 5/3 വരും. 4/3. 5/3 അല്ല, 4/3. ഓക്കെ. Now A square equal to B square into എന്ന് നമുക്ക് എഴുതാം E square - 1 എഴുതാം. ദാറ്റ് ഇസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർബോള ആയതുകൊണ്ട് B square അല്ല എടുക്കേണ്ടത്, നമുക്ക് A square എടുക്കേണ്ടത്. A square equal to B square into E square - 1. B square എത്ര? 225 വരും. B is equal to ഇത്രയാണ്. E square എത്ര വരും? 16/9 അല്ലേ? E square 16/9 - 1 വരും. 9 225 into 16 - 9 എത്ര വരും? 7 വരും അല്ലേ? 25 into 7 175 വരും. So what is the right answer of this one? This is the second type of hyperbola. So the answer of that one is y square by 225 minus x square by 175. So here the answer is 175 is equal to 1. So the right option of that one is option എത്രയാണ് വരുന്നത്? 20. 3യുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? 2 വരും. ഓക്കെ. Now next, the lines are drawn from the point 0,3. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. To the hyperbola x square by 25 minus y square by 16 is equal to 1. Then the angle between them is. Lines are drawn from the point 0,3. To the hyperbola x square by 25 minus y square by 16 is equal to 1. Then നോക്കുന്നുണ്ടോ? Then the angle between them. എവിടെ നിന്നാണ് ലൈൻസ്? ഇതൊരു ഹൈപ്പർബോളയാണ്. ലൈൻസ് വന്നിരിക്കുന്നത് 0,3യിൽ നിന്നാണ്. 0,3യിൽ നിന്ന് രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. ടച്ചിങ് ദ ഹൈപ്പർബോള. ഇതിങ്ങനെ ടച്ച് ചെയ്താൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത്. എനി ഐഡിയ യു ഗോട്ട്? ദ പോയിന്റ് ലൈസ് ഓൺ 0,3. ഈ ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ് സ്ക്വയർ ബൈ 25 മൈനസ് വൈ സ്ക്വയർ ബൈ 16 ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതിന് ഒരു ഡയറക്ടർ സർക്കിൾ ഉണ്ട്. വാട്ട് ഈസ് ദ ഡയറക്ടർ സർക്കിൾ? ലോക്കസ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ടാൻജൻസ്. That is x square plus y square is equal to a square minus b square. Initially I told you the concept that x square plus y square equal to a square minus b square is the equation of the എന്തായിരുന്നു? ഡയറക്ടർ സർക്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ 25 മൈനസ് 16 ആണ്. 25 മൈനസ് 16 എത്ര വരും? 9 വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആണെങ്കിൽ
the point 03 lies on x square plus y square equal to 9. അപ്പോൾ ഇവിടെ ഒരു സർക്കിളിലാണ് ഇത് കിടക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 കിടക്കുന്ന സർക്കിളിൽ നിന്ന് ഒരു 2 ടാൻജൻസ് വരച്ചാൽ ആ ടാൻജൻസ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ എന്താണ്? ഡയറക്ടർ സർക്കിളാണ്. ഡയറക്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അത് വരേണ്ടത്? ലോക്കസ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എന്ത് ടാൻജൻസ് ആണ്? പെർപെൻഡിക്കുലർ ടാൻജൻസ് ആണ്. അപ്പോൾ ടാൻജൻസ് എപ്പോഴും എത്രയേ വരത്തുള്ളൂ? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് എത്രയേ വരത്തുള്ളൂ? എത്രയാണ്? 90 ഡിഗ്രി അല്ലേ വരാൻ സാധ്യതയുള്ളൂ. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദാറ്റ് വൺ ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ലോക്കസ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടാൻജൻസ് എന്ന് പറയുന്നത് ഡയറക്ടർ സർക്കിളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For a hyperbola, the distance between the foci is 10 units. And from the point 2, √3, perpendicular tangents are drawn. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വന്നിട്ടുണ്ട്. Then the value of mod of b by a. ഇത് നമുക്കൊന്ന് നോക്കാം ചെയ്യാൻ പറ്റുമെന്ന്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് വന്നേ? x square by a square minus y square by b square equal to 1. Then the distance between the foci is 10 units. ഇവിടെ കൃത്യമായി നമുക്ക് എഴുതാം distance between the foci 2AE is equal to 10 units. And from the point 2, √3 രണ്ട് ടാൻജൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ പറ്റും. സോ 2, √3 എവിടെയാണ്? ലൈസ് ഓൺ ഡയറക്ട്രിക്സ് ആണ്. സോറി ഡയറക്ടർ സർക്കിളാണ്. 2, √3 ലൈസ് ഓൺ ഡയറക്ടർ സർക്കിൾ ആണെങ്കിൽ 2, √3 ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ടർ സർക്കിൾ. ഇവിടെ 2AE ഈസ് ഈക്വൽ ടു 10 ആണ്. ആൻഡ് 2, √3 ലൈസ് ഓൺ ദ ഡയറക്ട്രിക്സ് ആയതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡയറക്ടർ സർക്കിൾ ഇതിൻ്റെ എങ്ങനെയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ ഡയറക്ടർ സർക്കിളിൻ്റെ കാരണം പെർപെൻഡിക്കുലർ ടാൻജൻസ് വരയ്ക്കുന്ന ഡയറക്ടർ സർക്കിളിൽ നിന്ന്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ 2, √3 ലൈസ് ഓൺ ദാറ്റ് ഡയറക്ടർ സർക്കിൾ ആണെങ്കിൽ നമുക്ക് എക്സിന് 2ഉം വൈക്ക് √3യും കൊടുത്താൽ ഇവിടെ എത്ര വരും? 4 + 3 a square minus b square. So a square minus b square is equal to 7. ഒരു ഭാഗമായി. ഇനി വേണ്ടത് നമുക്ക് b by a ആണ് വേണ്ടത്. b by a കിട്ടാനായിട്ടുള്ള മാർഗം എന്താണെന്ന് നോക്കിക്കേ. 2AE ഈക്വൽ ടു 10 അല്ലേ? അപ്പം AE ഈക്വൽ ടു 5 അല്ലേ? എ സ്ക്വയർ ഇ സ്ക്വയർ ഈക്വൽ ടു 25 അല്ലേ? ഇവിടെ നമുക്ക് എ സ്ക്വയർ ഇ സ്ക്വയറിനെ എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? മുമ്പേ നമ്മൾ എഴുതിയതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ഇവിടെ എത്ര വരും? 25. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 7. എയും ബിയും കിട്ടിയോ ഇല്ലയോ? എയും ബിയും കിട്ടിയോ ഇല്ലയോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 25 ആൻഡ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 7. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ? 2a സ്ക്വയർ ആഡിങ് 16 വരും. 2a square is equal to 32 and a square equal to 16 and the value of b square is equal to എത്ര വരും? സബ്ട്രാക്ട് ചെയ്താൽ 2b square equal to എത്ര വരുന്നത്? 18, 7, 25. b square is equal to എത്ര വരുന്നത്? 9 വരും അല്ലേ? What is that? b square equal to 9. Okay, that's correct. b square by minus b square. 2b square equal to 89. b square equal to 9. Then what will be the value of mod of b by a? Square root എടുക്കേണ്ട ആവശ്യമില്ല. mod of b by a 16 by 9, 4 by 3. So what is the answer? 0.75 is the right answer of this one. Okay.
0.75 is the right answer of that one. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ അല്ലാതെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് തരാം. നമുക്ക് അതൊന്ന് ചെയ്യാവോ നോക്കാം. ഓക്കെ, ഓക്കെ 0.75 കിട്ടിയ ആൾക്കാരുണ്ട്, ഞാൻ കണ്ടു. ഓക്കെ, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y is equal to x and y square equal to x minus 2. That is a question. The shortest distance between y is equal to x and y square equal to x minus 2. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് നോക്കാവോ, ഒന്ന് ട്രൈ ചെയ്യാവോ നിങ്ങൾക്ക്? ഈ ഫസ്റ്റ് വൺ ആരാന്ന് മനസ്സിലായോ? y ഈക്വൽ ടു എക്സ് ഒറിജിനിൽ കൂടെ പോകുന്ന ഒരു ലൈനാണ്. വിച്ച് മേക്സ് ആൻ ആംഗിൾ എത്ര ഡിഗ്രി? 45 ഡിഗ്രി. രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? y സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. അത് എവിടെന്നാ? എക്സിന് എക്സ് മൈനസ് 2, y സ്ക്വയർ ഈക്വൽ ടു 4x ആണെങ്കിൽ പരാബോള ആയിരുന്നു. അപ്പം എക്സ് മൈനസ് 2 എന്ന് പറയുന്ന ഒരു പരാബോള ആയത് 2 0 വഴി പോകുന്ന ഒരു പരാബോളയാണ് അല്ലേ? ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഞാൻ ചോദിച്ചത്. നമുക്ക് പല രീതിയിൽ ചെയ്യാമെങ്കിലും ഒത്തിരി രീതിയിൽ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്യാം. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത് y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് ഇതിന് പാരലലായിട്ട് ഒരു ലൈൻ ഇവത്തെ കൂടെ പോകുന്നുണ്ടെന്ന്, ടച്ച് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇവത്തെ കൂടെ ഒരു ലൈൻ പാരലലായിട്ട് ടച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് എങ്ങനെയാണ്? ഒരു ലൈനിന് പാരലൽ ലൈൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? y ഈക്വൽ ടു എക്സിന് പാരലലായിട്ട് ഒരു ലൈൻ എഴുതണമെങ്കിൽ നമുക്ക് സപ്പോസ് ഇതിനെ പി ക്യൂ എന്ന് വിളിക്കാം. ഈ പി ക്യൂവിൻ്റെ ഇക്വേഷനെ നമുക്ക് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് കെ എന്നെടുക്കാം അല്ലേ? y ഈക്വൽ ടു എക്സ് പ്ലസ് കെ. ഈ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് കെ ഇവത്തെ ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പാരലലായിട്ട് ടച്ച് ചെയ്ത് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങ് എടുത്താൽ മതി. അപ്പം അതായിരിക്കും നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതിന് പാരലലായിട്ട് ഒരു ലൈൻ കണ്ടുപിടിച്ച് ആ ലൈൻ ഇവത്തെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പാരലൽ ലൈൻസ് നമുക്ക് എടുത്താൽ മതിയാവും. y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് കെ ആരെ ടച്ച് ചെയ്താൽ പോകുന്നത്? y സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് പറയുന്ന പരാബോളയിൽ ടച്ച് ചെയ്താൽ പോകുന്നത്. y സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 2ൽ y ഈക്വൽ ടു എക്സ് പ്ലസ് കെ ടച്ച് ചെയ്താൽ എങ്ങനെ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ എടുക്കാം? ക്യാൻ യു സേ എനി വൺ ഓഫ് യു? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? y ഈസ് ഈക്വൽ ടു ഇത് ടച്ച് ചെയ്താൽ, ടച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് വഴി അത് കടന്നു പോകത്തുള്ളൂ. അപ്പോൾ y ഈക്വൽ ടു എക്സ് പ്ലസ് കെ ഈ ലൈനിലെ ടച്ച് ചെയ്താൽ ഇവർ തമ്മിൽ സോൾവ് ചെയ്യുമ്പം അതിന് എന്തേ ഉണ്ടാകത്തുള്ളൂ? ഒരു റൂട്ടേ ഉണ്ടാകത്തുള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac നമുക്കെടുക്കാം. കാരണം കട്ട് ചെയ്താലാണ് എക്സിന് 2 വാല്യൂ വരുന്നത്. ജസ്റ്റ് ടച്ച് ചെയ്താൽ എക്സിന് ഒരു വാല്യൂ വരുള്ളൂ. അപ്പം നമുക്കിത് സോൾവ് ചെയ്താൽ ഈ y മാറ്റി എക്സ് പ്ലസ് കെ അങ്ങോട്ട് കൊടുത്ത് നോക്കിക്കേ. എക്സ് പ്ലസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് വരും. കറക്റ്റ്? അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, 2kx ഉണ്ട്, കെ സ്ക്വയർ ഉണ്ട്, ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2k മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. നമുക്ക് ആദ്യത്തെ ലൈൻ y ഈക്വൽ ടു എക്സ് ആണെന്നറിയാം.
രണ്ടാമത്തെ ലൈൻ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് കെ ആണെന്നറിയാം. ആ കെ അങ്ങ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് വി ക്യാൻ ടേക്ക്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഈ രണ്ടാമത്തെ ലൈനും പരാബോളായും കൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ പ്ലസ് 2k - 1 ഇൻറ്റു എക്സ് പ്ലസ് കെ സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയേക്കുന്നത്? 0. ഈ ഇക്വേഷൻ ഇതൊരു കമ്പൈൻഡ് ഇക്വേഷൻ ഇൻ എക്സ് ആണ്. ഈ കമ്പൈൻഡ് ഇക്വേഷൻ ഇൻ എക്സിന് നമ്മൾ പറയുന്നത് എക്സിന് ഒരു റൂട്ടേ വരാവുള്ളൂ, അല്ലെങ്കിൽ റൂട്ട്സ് ആർ ഈക്വൽ ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ബി സ്ക്വയർ ഇവിടെ എത്ര വരും? 2k - 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് അല്ല ബി സ്ക്വയർ ഈക്വൽ ടു 4ac മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ? ദാറ്റ് ഈസ് 4k സ്ക്വയർ മൈനസ് 2ab ടൈം എത്ര വരും? 4k പ്ലസ് 1 മൈനസ് 4k സ്ക്വയർ മൈനസ് 8 ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? 0. സിംപ്ലിഫൈ ചെയ്താൽ 4k സ്ക്വയർ അങ്ങ് കട്ട് ചെയ്ത് പോകും. നമുക്ക് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? യു ക്യാൻ ഫൈൻഡ് മൈനസ് 4k മൈനസ് എത്ര വരുന്നത്? 7 ഇസ് ഈക്വൽ ടു 0. The value of k is equal to നമുക്ക് എത്ര വരും? 7/4 മൈനസ് 7/4. നോക്കിക്കോ, k വാല്യൂ എത്ര കിട്ടി? മൈനസ് 7/4. നൗ വാട്ട് ആർ ദ ലൈൻസ് ഇൻവോൾവ് ഇൻ ദിസ് സീൻ? ഈ സീനിൽ ഇപ്പോൾ ഏതൊക്കെ ലൈനാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? വൺ ഈസ് y is equal to x and another one is y is equal to x plus the value of k is equal to minus 7/4. Now what we have to do? The distance between them. Formula എങ്ങനെയാണ്? Distance between two parallel lines. y equal to x and y is equal to x plus 7/4 വരുമ്പോൾ എങ്ങനെയാണ് വരണ്ടേ? രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല c1 - c2 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് എന്താണ്? b സ്ക്വയർ. ഫോർമുല ഇതല്ലേ? c1 - c2 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇവിടെ c1ൻ്റെ സ്ഥാനത്ത് 0, c1 - c2 ആകെയുള്ളത് 7/4 ഉള്ളൂ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് -1 ആണല്ലോ. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എത്ര വരും? 7/4 ബൈ എത്ര വരുന്നത്? റൂട്ട് 2. സോ വാട്ട് ഈസ് ആൻസർ? 7 എത്ര വരും നമുക്ക്? 4 root. Got the answer? Any one of you got the answer for this one? The shortest distance between the line y equal to x and y square equal to x minus 2. Okay. എങ്ങനെ കിട്ടിയോ? നോക്കണേ ആൻസർ. ആർക്കെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, അല്ലെങ്കിൽ നമുക്ക് സമയം കഴിയാറായല്ലോ. ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് അവർ സെഷൻ. ഉള്ളവരാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡോടെ ആരെങ്കിലും ചോദിച്ചു. So I'm going to wind up this session. Thank you for listening me and try to solve more questions. Basic questions ഒക്കെ വരുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഒത്തിരി ഡിഫിക്കൽട്ടിലേക്കുള്ളത് പോകാതെ ബേസിക്കിലൊക്കെ ഉള്ളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് JEE Mainൽ കിട്ടാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, താങ്ക് യു.
താങ്ക് യു.